നമസ്കാരം. ന്യൂസ് നൈറ്റിലേക്ക് സ്വാഗതം. കാസർഗോഡ് കല്യോട്ട് കോൺഗ്രസ് പ്രവർത്തകരുടെ കൊലപാതകം അക്രമി സംഘം എത്തിയ വാഹനം തിരിച്ചറിഞ്ഞു. കാസർഗോഡ് രജിസ്ട്രേഷനുള്ള മഹീന്ദ്ര സൈലോ വാഹനത്തിലെത്തിയ 3 അംഗ സംഘമാണ് കൃത്യം നിർവഹിച്ചത്. ഇതിനിടയിൽ കൊലയാളി സംഘത്തിലെ സൂത്രധാരൻ ഉൾപ്പെടെയുള്ള 3 പ്രതികളുടെ അറസ്റ്റ് പോലീസ് രേഖപ്പെടുത്തി. പെരിയ കല്യോട്ടെ 2 യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരുടെ കൊലപാതകം സൂത്രധാരനായ ലോക്കൽ കമ്മിറ്റി അംഗം പീതാംബരൻ ഉൾപ്പെടെയുള്ള 3 പ്രതികളുടെ അറസ്റ്റ് പോലീസ് രേഖപ്പെടുത്തി. ഇതിനിടയിൽ അക്രമി സംഘം എത്തിയ വാഹനവും പോലീസ് തിരിച്ചറിഞ്ഞു. കാസർഗോഡ് രജിസ്ട്രേഷനുള്ള മഹീന്ദ്ര സൈലോ വാഹനത്തിലെത്തിയ 3 അംഗ സംഘമാണ് കൃത്യം നിർവഹിച്ചത്. കൊലപാതകത്തിന് വഴികാട്ടിയായ 3 പേർ കൂടി അന്വേഷണ സംഘത്തിന്റെ കസ്റ്റഡിയിലായിട്ടുണ്ട്. ലോക്കൽ കമ്മിറ്റി അംഗത്തെ ആക്രമിച്ചതിനുള്ള പ്രതികാരമാണ് കൊലപാതകം ആസൂത്രണം ചെയ്യാൻ കാരണം. ഇതിനായി പുറത്തുനിന്നുള്ള സംഘത്തെയാണ് നിയോഗിച്ചത്. CPIM-ന്റെ പ്രാദേശിക നേതാക്കളെ കേന്ദ്രീകരിച്ചാണ് അന്വേഷണം പുരോഗമിക്കുന്നത്. ഇതിനിടയിൽ പാർട്ടി അംഗങ്ങൾ കൊലപാതകത്തിൽ ഉൾപ്പെട്ടിട്ടുണ്ടെങ്കിൽ നടപടിയെടുക്കുമെന്ന് CPIM ജില്ലാ സെക്രട്ടറി MV ബാലകൃഷ്ണ മാസ്റ്റർ പറഞ്ഞു. പീതാംബരനാണ് യഥാർത്ഥ കുറ്റവാളി എന്ന് പറയേണ്ടത് നമ്മൾ ആരുമല്ല, പോലീസാണ് പറയേണ്ടത്. പോലീസ് ആ നിലയിൽ ഒരു തയ്യാറാക്കി അയാൾ കുറ്റവാളിയാണെന്ന് തെളിഞ്ഞു കഴിഞ്ഞാൽ അല്ലേ നടപടിക്ക് ഞങ്ങൾ പോകേണ്ടത്. നേരത്തെ ഇങ്ങനെ നടപടിയുണ്ടോ? അതേസമയം സംഭവത്തിൽ ഉന്നതതല ഗൂഢാലോചന നടന്നിട്ടുണ്ടെന്നാണ് കോൺഗ്രസിന്റെ ആരോപണം. സംസ്ഥാനത്തിന്റെ ഒരു ജനപ്രതിനിധി തന്നെ ആ അന്വേഷണത്തിന് നേതൃത്വം കൊടുക്കുന്നു, അതിനെ തടസ്സപ്പെടുത്തുന്നതിന് വേണ്ടി നേതൃത്വം കൊടുക്കുന്നു എന്ന് കാണുമ്പോൾ ആ അന്വേഷണം എങ്ങോട്ട് പോകും എന്നതിനെ കുറിച്ച് പറഞ്ഞു. ഇവിടെ ഇന്നലെ CPM നേതാക്കന്മാരുടെ പ്രസ്താവന വന്നു. ആ പ്രസ്താവനയിൽ പറയുന്ന ഒരു കാര്യം, ഒരു തെരഞ്ഞെടുപ്പിന്റെ സമയത്ത് ഇതുപോലുള്ള ഒരു കൊലപാതക രാഷ്ട്രീയത്തിന് ഒരു പാർട്ടി നേതൃത്വം കൊടുക്കുമോ എന്നതാണ് പത്രത്തിൽ ഞാൻ വായിച്ചത്. നെയ്യാറ്റിൻകരയിൽ ഉപതെരഞ്ഞെടുപ്പ് നടന്ന ദിവസമല്ലേ TP ചന്ദ്രശേഖരന്റെ വധം നടന്നത്. അപ്പോൾ കേരളത്തോടാണ് ഇത് പറയുന്നത് എന്നത് പോലുമുള്ള ഒരു ബോധമില്ലാതെയാണ് നേതാക്കന്മാർ പ്രതികരണം. ഈ ഭരണത്തിൽ ഇതുവരെയായി ശ്രീ ഷുഹൈബിൻ്റെ അവസാനത്തെ ശ്രീ ഷുഹൈബിൻ്റെ അടക്കം ഒരു കേസിൻ്റെ അകത്തും നീതിപൂർവമായിട്ടുള്ള അന്വേഷണം നടന്നിട്ടില്ല. ഈ കേസിലും MLA തന്നെ കേസന്വേഷണം അട്ടിമറിക്കുവാൻ വേണ്ടി നടത്തുന്ന ശ്രമം. അതുകൊണ്ട് തന്നെ ആ ശ്രമങ്ങൾക്കുമായി സംസ്ഥാന സർക്കാരിനും സംസ്ഥാനത്തെ ഭരണത്തിന് നേതൃത്വം നൽകുന്ന പാർട്ടിക്കും സഹകരിക്കേണ്ടി വരും നമുക്ക് എല്ലാവർക്കും അറിയാം. അങ്ങനെയുള്ള ഒരു ഭരണത്തിൽ ഒരു പൂർണ്ണമായ വിശ്വാസം ഇല്ല എന്ന് തന്നെ പറഞ്ഞു. ഇതിനിടയിൽ വിലാപയാത്ര കടന്നുപോയതിന് തൊട്ടു പിന്നാലെ പെരിയയിലും പരിസര പ്രദേശങ്ങളിലും വ്യാപക സംഘർഷങ്ങളാണ് അരങ്ങേറിയത്. പെരിയ ബസാറിലെ AKG മന്ദിരം ഒരു സംഘം തീയിട്ട് നശിപ്പിക്കുകയും AKG സ്മാരക ഗ്രന്ഥാലയവും റെഡ് സ്റ്റാർ ക്ലബ്ബും പാർട്ടി ഓഫീസും തകർക്കുകയും ചെയ്തു. 15ഓളം ബൈക്കുകളും ഒരു ഓട്ടോറിക്ഷയും തകർത്ത നിലയിലാണ്. നിരവധി വീടുകൾ തകർക്കുകയും തീവെച്ച് നശിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. വനിതാ സഹകരണ സംഘത്തിനും ദിനേശ് ബിഡി കമ്പനിക്ക് നേരെയും അക്രമമുണ്ടായി. രാത്രിയോടെ കല്ലോട്ടിന് സമീപം ഫർണിച്ചർ കട ഒരു സംഘം പൂർണ്ണമായും തീവെച്ച് നശിപ്പിച്ചു. അതേസമയം സംഘർഷബാധിത പ്രദേശങ്ങളിൽ LDF-ന്റെ സന്ദർശനം സുരക്ഷാ ഭീഷണിയെ തുടർന്ന് മാറ്റിവെച്ചു. പ്രദേശത്ത് വൻ പോലീസ് സംഘത്തെയാണ് നിയോഗിച്ചിരിക്കുന്നത്. KV ബൈജു, റിപ്പോർട്ടർ, കാസർഗോഡ്. KV തോമസ് MP, അഡ്വക്കേറ്റ് അരുൺകുമാർ CPIM നേതാവ്, ഒപ്പം തന്നെ A സജീവൻ മാധ്യമ പ്രവർത്തകൻ തുടങ്ങിയവരാണ് വിവിധ സ്റ്റുഡിയോകളിൽ നമ്മോടൊപ്പം. ശ്രീ അരുൺകുമാർ, അക്രമ രാഷ്ട്രീയത്തിനെതിരെ CPM മുമ്പെങ്ങുമില്ലാത്ത നിലപാടാണ് ഇപ്പോൾ എടുത്തിട്ടുള്ളത് എന്നും മാധ്യമ സമീപനം ഇടത് വിരുദ്ധമാണ് എന്നും രാഷ്ട്രീയ കൊലപാതകങ്ങൾ അവസാനിപ്പിക്കണം എന്ന് പാർട്ടി ഒറ്റക്കെട്ടായി തീരുമാനിച്ചാലും CPIM മാറാൻ പാടില്ല എന്ന മാധ്യമങ്ങളുടെ രീതി അംഗീകരിക്കാൻ കഴിയില്ല എന്നാണ് സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ പറഞ്ഞിട്ടുള്ളത്. പുതിയ എന്ത് സമീപനത്തിലേക്കാണ് CPM പോകുന്നത് എന്നുള്ളതാണ് താങ്കളടക്കമുള്ളവർ മനസ്സിലാക്കുന്നത്. ഇപ്പോൾ ഉണ്ടായിട്ടുള്ള കൊലപാതകം ആര് ചെയ്താലും അത് ഏത് സാഹചര്യത്തിലായാലും ഒരിക്കലും അംഗീകരിക്കാൻ കഴിയില്ല എന്ന് തന്നെയാണ് പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി ഇന്നലെ പത്രസമ്മേളനത്തിലും ഇന്നും ആവർത്തിക്കുകയുണ്ടായത്. നമുക്കറിയാം, സഖാവ് MA ബേബിയും അതുപോലെ തന്നെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുമെല്ലാം ഈ കൊലപാതകത്തെ തള്ളിപ്പറയുകയും ഇത് ഒരിക്കലും അംഗീകരിക്കാനോ. മറ്റു കൊലപാതകങ്ങളിൽ നിന്ന് ഈ കൊലപാതകം വ്യത്യസ്തമാകുന്നത്, മറ്റു കൊലപാതകങ്ങൾ CPM ആസൂത്രണം ചെയ്ത് നടപ്പിലാക്കിയത്, ഈ കൊലപാതകം അബദ്ധത്തിൽ ചില പ്രവർത്തകരുടെ മാത്രം ബുദ്ധിഹീനമായ പ്രവർത്തനമാണ് എന്നുള്ള നിലയിലാണോ അതിനെ കാണുന്നത്? അല്ല, ഒരിക്കലുമല്ല. രാഷ്ട്രീയ കൊലപാതകങ്ങൾ ഒരിക്കലും സംഭവിക്കാൻ പാടില്ലാത്തതാണ്. രാഷ്ട്രീയപരമായിട്ടുള്ള അതിക്രമങ്ങളും ഒരിക്കലും സംഭവിക്കാൻ പാടില്ലാത്തത് തന്നെയാണ് എന്ന് തന്നെയാണ് CPM നിലപാട്. നമുക്കറിയാം, കുറേ അടുത്ത കാലത്ത് കുറേ രാഷ്ട്രീയ സാഹചര്യങ്ങൾ കേരളത്തിലായാലും ഇപ്പോൾ ഇടതുപക്ഷം അധികാരത്തിൽ വന്നതിന് ശേഷം ഒരു 15ഓളം കൊലപാതകങ്ങൾ ഉണ്ടാകുന്ന സാഹചര്യം ഉണ്ടായി. ആ സമയത്തെല്ലാം അതിനു മുൻപും CPM-ന്റെ അഭിപ്രായം കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. ഒരാളെയും കൊല്ലുവാനോ അത്തരത്തിൽ ഒരാളുടെ ജീവൻ എടുക്കുന്ന തരത്തിലേക്കോ അക്രമ സംഭവങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്ന തരത്തിലോ ഒരു തരത്തിലും CPM നിലപാട് സ്വീകരിച്ചിട്ടില്ല. P കരുണാകരൻ MP ടെലിഫോൺ ലൈനിൽ. P കരുണാകരൻ, എന്തിനാണ് പീതാംബരൻ എന്ന ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിയെ CPM പുറത്താക്കിയത്?
ഈ കൊലപാതകവുമായി ബന്ധപ്പെട്ട് CPM-ന് യാതൊരു ബന്ധവുമില്ല എന്നുള്ളത് പാർട്ടി സ്റ്റേറ്റ് സെക്രട്ടറിയും പാർട്ടി ജില്ലാ കമ്മിറ്റിയും നേരത്തെ തന്നെ വ്യക്തമാക്കിയിരുന്നു. മാത്രമല്ല, ഇതുപോലുള്ള സംഭവങ്ങൾ ഇത്തരമൊരു സാഹചര്യത്തിൽ ഒരു കാരണവശാലും പാർട്ടിയെ സംബന്ധിച്ച് അംഗീകരിക്കാൻ കഴിയില്ല. പാർട്ടിയുടെ നയത്തിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള ചില സമീപനങ്ങൾ പ്രാദേശികമായിട്ട് വ്യക്തിപരമായിട്ട് യഥാർത്ഥത്തിൽ കല്ലിയോട്ട് എന്ന് പറയുന്ന പ്രദേശം കോൺഗ്രസിന് സ്വാധീന സ്ഥലമാണ്. അവിടെ CPM-ന്റെയോ അല്ലെങ്കിൽ ഇദ്ദേഹവും മറ്റവരും തമ്മിലുള്ള ബന്ധത്തിന്റെ അകൽച്ച അല്ലെങ്കിൽ തർക്കം അതുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് വന്നിട്ടുള്ള കാര്യം പാർട്ടി അംഗീകരിച്ച് കൊണ്ടുള്ള ഒന്നല്ല. പാർട്ടി ഇത് സംബന്ധിച്ച് ഒരു തീരുമാനം എടുത്തിട്ടില്ല. പൂർണ്ണമായിട്ടും ഞാൻ ആ ലോക്കൽ കമ്മിറ്റി മീറ്റ് ചെയ്തിരുന്നു, ഏരിയ കമ്മിറ്റി മീറ്റ് കരുണാകരൻ, അവിടെയാണ് പാർട്ടി തീരുമാനമെടുക്കാത്ത കൊലപാതകമാണ് കല്ലിയോട്ട് സംഭവിച്ചിട്ടുള്ളത്. സാധാരണഗതിയിൽ പാർട്ടി തീരുമാനമെടുത്ത് നടപ്പിലാക്കുന്ന, ആസൂത്രണം ചെയ്ത് നടപ്പിലാക്കുന്ന കൊലപാതകങ്ങളാണ്. പക്ഷെ കല്ലിയോട്ട് സംഭവിച്ചിട്ടുള്ളത് ചില പ്രവർത്തകരുടെ അമിത വികാരമാണ് എന്നുള്ളതാണ്. ഒരുപക്ഷെ ഈ കൊലപാതകങ്ങളെ അല്ലെങ്കിൽ ഈ ഇരട്ട കൊലപാതകത്തെ പാർട്ടി ഇത്ര വിമർശിക്കാൻ കാരണം, അല്ലെങ്കിൽ പാർട്ടി പീതാംബരനെ അടക്കം പുറത്താക്കാൻ കാരണം. അല്ല, അതേ തന്നെ പ്രശ്നമാണ്. ഇപ്പൊ ചില സംഘർഷങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് ചില സംഭവങ്ങൾ ഉണ്ടാവും. ചീലേലിൽ 5 ആൾക്കാരെ കൊലപ്പെടുത്തിയ സമയത്ത് ഈ നികേഷ് ഇത്ര വലിയ വികാരമൊന്നും ഉണ്ടായിട്ടില്ലല്ലോ. ഒന്ന് ഞാനന്ന് 1 മണിക്കൂർ കഴിഞ്ഞ സമയത്ത് അവിടുത്തേതാണ് തീ കത്തിയിട്ട് ആൾക്കാരെ കുഴിച്ചുകൊണ്ടായിരുന്നല്ലോ ചെയ്തത്. അപ്പൊ പ്രശ്നം അതല്ല, ചില സന്ദർഭങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് നടക്കുന്ന വിഷയങ്ങളുണ്ട്. ഇതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് CPM-നെ സംബന്ധിച്ചിടത്തോളം ഒരു കാരണവശാലും അംഗീകരിക്കാൻ കഴിയാത്ത ഒന്നാണ്. തീരുമാനമെടുത്തുള്ള കൊലപാതകം, തീരുമാനമെടുക്കാത്ത കൊലപാതകം എന്നുള്ള വേർതിരിവ് അനാവശ്യമായിട്ടുള്ള ഒരു അല്ല, അനാവശ്യമല്ല. അതാണ് ഇന്ന് സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ ഞാൻ പറഞ്ഞു കേൾക്ക്. തീരുമാനമെടുത്തും എടുക്കാതെയുള്ള ഒരു കൊലപാതകം എന്ന് അനാവശ്യമായിട്ടുള്ള വിലയിരുത്തലാണ്. കാരണം ഒരു തീരുമാനം എടുത്തിട്ടും ഞങ്ങൾ കൊലപാതകത്തെ അനുകൂലിക്കുന്നില്ല, കൊലപാതകമായിട്ട് ബന്ധപ്പെടുന്നില്ല. പിന്നെ ചില സന്ദർഭങ്ങളിൽ സ്വാഭാവികമായിട്ടും സംഘർഷങ്ങളും കാര്യങ്ങളും വരുന്ന സമയത്ത് നടക്കുന്നുണ്ടാവും. അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഇവിടെ നടന്നു എന്നുള്ളത് കൊണ്ട് തന്നെയാണ് പാർട്ടിയുടെ ലോക്കൽ കമ്മിറ്റി മെമ്പർ കേസിലാണ് തെളിയിക്കേണ്ടത് അദ്ദേഹം കുറ്റക്കാരനാണോ അല്ലേ എന്നുള്ളത് വേറെ കാര്യം. പക്ഷെ അതേസമയത്ത് പാർട്ടിയുടെ അംഗീകൃത നയത്തിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള ഒരു സമീപനം സ്വീകരിച്ചു, അത്തരം ഒരു സാഹചര്യം ഉണ്ടാക്കി എന്നുള്ളത് കൊണ്ട് തന്നെയാണ് അദ്ദേഹത്തെ. അല്ല, ശ്രീ പി കരുണാകരൻ, താങ്കൾ കേന്ദ്ര കമ്മിറ്റി അംഗം എന്നുള്ള നിലയിൽ ഒരുപക്ഷെ കൃത്യമായി വ്യാഖ്യാനിച്ച് നൽകാൻ കഴിയും ശ്രീ കോടിയേരി ബാലകൃഷ്ണന്റെ ഇന്നത്തെ സ്റ്റേറ്റ്മെന്റ് എന്നുള്ളത് കൊണ്ടാണ് ഞാൻ ആവർത്തിച്ച് ചോദിക്കുന്നത്. കോടിയേരി ബാലകൃഷ്ണൻ പറയുന്നത് അക്രമ രാഷ്ട്രീയത്തിനെതിരെ CPIM മുമ്പെങ്ങുമില്ലാത്ത രീതിയിലാണ് നിലപാടെടുത്തിട്ടുള്ളത് എന്നാണ്. നോക്കൂ, ഈ ഒരു സംഭവത്തെ മുമ്പെങ്ങുമില്ലാത്ത രീതിയിൽ നടപടിയെടുക്കാൻ CPM-നെ പ്രേരിപ്പിച്ചിരിക്കുന്നു. അതിൻ്റെ മറ്റു വിശദാംശങ്ങൾ അദ്ദേഹം ഇങ്ങനെ പറയുന്നു. നോക്കൂ, രാഷ്ട്രീയ കൊലപാതകങ്ങൾ അവസാനിപ്പിക്കണമെന്ന് പാർട്ടി ഒറ്റക്കെട്ടായി തീരുമാനിച്ചാലും CPIM മാറാൻ പാടില്ല എന്ന ചില മാധ്യമങ്ങളുടെ രീതി അംഗീകരിക്കാൻ കഴിയില്ല. എന്തുകൊണ്ടാണ് ഈ 2 കൊലപാതകങ്ങൾ കൊണ്ട് CPM-ന് രാഷ്ട്രീയ കൊലപാതകങ്ങൾ അവസാനിപ്പിക്കണം എന്ന് തോന്നിയത്? അല്ല, ഇതിൽ വളരെ വ്യക്തമല്ലേ, ലളിതമല്ലേ. കാരണം കൊലപാതകത്തെ ഞങ്ങൾ അംഗീകരിക്കുന്നേയില്ല. നിങ്ങൾക്കറിയാമോ, ഈ കാസർഗോഡ് ജില്ലയിൽ 20-25 CPM-ന്റെ പ്രവർത്തകർ കൊലയപ്പെട്ടിട്ടുണ്ട്. ചീനയിൽ 5 സഖാക്കളാണ് പാർട്ടി ഓഫീസിനകത്ത് കുത്തിയും വെട്ടിയും തീവച്ചും നശിപ്പിച്ചിട്ടുള്ളത്. ഇപ്പൊ അവസാനം ഫൈസർ മഞ്ചേശ്വരത്ത് കൊലയപ്പെട്ടിട്ടുള്ളത് ഒന്നൊന്നുമല്ല, 25ഓളം ആളുകൾ. ഞങ്ങളല്ല, ഇതിനൊന്നും പകരമായിട്ട് ഞങ്ങൾ അങ്ങനെ ചെയ്തു എന്ന് പറയാൻ കഴിയില്ല. ചില സംഭവങ്ങൾ സംഘർഷങ്ങളുണ്ടെങ്കിൽ അപ്പൊ രാഷ്ട്രീയ കൊലപാതകം ഇന്നത്തെ സാഹചര്യത്തിലുള്ള ഏത് സാഹചര്യത്തിലായാലും നമുക്ക് അംഗീകരിക്കാൻ കഴിയുന്ന ഒരു കാര്യമല്ല. പ്രത്യേകിച്ച് ഈ CPM-നെ സംബന്ധിച്ച് നമുക്കറിയാം, പൊതുവെ തന്നെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും തെരഞ്ഞെടുപ്പിലേക്ക് മറ്റ് കാലഘട്ടങ്ങളിലേക്ക് പോകുമ്പോൾ ഞങ്ങൾ ഇത്തരം ഒരു കാര്യങ്ങൾ മുൻകൈ എടുത്ത് ചെയ്യുന്ന ഒരാൾക്കും പറയാൻ കഴിയത്തില്ല. അതിനൊക്കെ വേറെ ചോദ്യങ്ങളുണ്ട്. പക്ഷേ എന്റെ ഈ ചോദ്യത്തിന് കൃത്യമായ മറുപടി നൽകിയിട്ടില്ല. വ്യക്തിപരമായിട്ടോ കുടുംബപരമായിട്ടോ പ്രാദേശികമായിട്ടോ പ്രശ്നങ്ങൾ ഇത്തരം സംഭവങ്ങളായിട്ട് വഴിതെളിയിച്ചിട്ടുണ്ടെങ്കിൽ പോലും അതിനൊന്നും ഒരു ന്യായീകരണവുമില്ല. അതുകൊണ്ട് തന്നെയാണ് CPM എന്ന നിലയിൽ ഇതിനെ പൂർണ്ണമായിട്ടും തള്ളിപ്പറയുകയും അതുപോലെ നടപടി. ഞാൻ ചോദിക്കുന്ന ചോദ്യം ഒരിക്കൽ കൂടി താങ്കൾ ദയവായി കേൾക്കുക. നോക്ക്, TP ചന്ദ്രശേഖരന്റെ, ജയകൃഷ്ണന്റെ പോലുള്ള കൊലപാതകങ്ങൾ CPM ശക്തമായി ന്യായീകരിച്ചിരുന്നു. പാർട്ടിക്ക് യാതൊരു ബന്ധവുമില്ല എന്ന് ആവർത്തിച്ച് ആണയിട്ടിരുന്നു. അത്തരം രാഷ്ട്രീയ കൊലപാതകങ്ങളിൽ പങ്കെടുക്കുന്ന പ്രതികൾക്ക് പിന്നീട് ജയിലിലായാലും അവരുടെ പരോളിലിറങ്ങുന്ന ഘട്ടത്തിലായാലും അവരുടെ എല്ലാ സുഖ സൗകര്യങ്ങൾ നോക്കുകയും പരോളിലിറങ്ങുന്ന സമയത്ത് അവരുടെ കല്യാണം നടത്തി കൊടുക്കുകയും പാർട്ടിയുടെ നേതാക്കൾ ആ കല്യാണ ചടങ്ങിൽ VIP ഗസ്റ്റുകളായി പങ്കെടുക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഷുഹൈബിൻ്റെയും ഈ കല്യാട്ടെ ഇരട്ട കൊലപാതകത്തിൻ്റെയും കാര്യത്തിൽ ചില പ്രവർത്തകരുടെ അമിത വികാരം മാത്രമായിട്ടാണ് പാർട്ടി അതിനെ കാണുന്നത്. അതുകൊണ്ടാണ് പറയുന്നത് രാഷ്ട്രീയ കൊലപാതകങ്ങൾ അവസാനിപ്പിക്കണമെന്ന്
പാർട്ടി ഒറ്റക്കെട്ടായി തീരുമാനിച്ചാലും CPM മാറാൻ പാടില്ല എന്ന നിലപാട് മാധ്യമങ്ങൾ എടുക്കുന്നു എന്ന് നോക്കൂ. ഇപ്പോൾ ഇതിനകത്ത് എന്തോ ഒരു മാറ്റം വരുത്തണം, എവിടെയൊക്കെയോ ചരട് വിട്ടുപോകുന്നു എന്നുള്ള തോന്നൽ CPMന്റെ സംസ്ഥാന നേതൃത്വത്തിനുണ്ട്. ആ ചരട് വിട്ടുപോകാതിരിക്കാൻ വേണ്ടി ഇതാ ഇങ്ങനെ ഒരു നിലപാട് ഞങ്ങൾ എടുക്കുന്നു എന്ന് മാധ്യമങ്ങളെ അറിയിക്കുകയാണ്. അതല്ല, എല്ലാ സമയത്തും ഞങ്ങൾ കൊലപാതക രാഷ്ട്രീയത്തിനെതിരായിട്ടുണ്ട്. ഇനി ഞങ്ങളുടെ ഭാഗത്തുനിന്ന് തന്നെ അത്ര സംഭവങ്ങളോ കാര്യങ്ങളോ ഉണ്ടായിട്ടുണ്ടെങ്കിൽ പോലും ഞങ്ങൾ അതിനെ അനുകൂലിച്ചിട്ടില്ല, ശക്തമായിട്ട് തള്ളി പറഞ്ഞിട്ടുണ്ട്. ഒരു തരത്തിലും അതിൽ ന്യായീകരിക്കുന്ന സ്ഥിതിയോ കാര്യങ്ങളോ ഇല്ല. ഏതെങ്കിലും യാദൃശ്ചികമായിട്ട് അല്ലെങ്കിൽ മറ്റു രീതിയിലോ വ്യക്തിപരമായിട്ടോ വന്നിട്ടുണ്ടെങ്കിൽ പോലും കല്യോട്ട സംഭവത്തെ സംബന്ധിച്ചിടത്തോളം അവിടെ 3-4 മാസം മുമ്പുണ്ടായിട്ട് ഒട്ടേറെ സംഭവങ്ങളുണ്ടാകും. പക്ഷെ അതിനെപ്പോലും ഞാൻ ന്യായീകരിക്കുന്നില്ല. അതിന്റെ ഭാഗമായിട്ട് മറ്റൊരു സംഭവം ഉണ്ടാവണമെന്നുള്ള അഭിപ്രായം ഞങ്ങൾക്കില്ല. അതുകൊണ്ട് തന്നെയാണ് കല്യോട്ട സംഭവം CPMനെ സംബന്ധിച്ചിടത്തോളം ഒരു തരത്തിലും ന്യായീകരിക്കാൻ കഴിയാത്ത ഒന്നായതുകൊണ്ട്. കാരണം അത് CPMന്റെ ഏതെങ്കിലും തരത്തിലുള്ള പാർട്ടി കമ്മിറ്റിയോ മറ്റു കാര്യങ്ങളോ ഒരു തരത്തിലും ബന്ധപ്പെട്ട കാര്യങ്ങളല്ല. അതിന്റെ ഭാഗമായിട്ട് തന്നെയാണ് ഞങ്ങളുടെ തള്ളി പറയുന്നത്. അതുപോലെ തന്നെ നടപടിയെടുക്കുമെന്ന് നേരത്തെ തന്നെ സ്റ്റേറ്റ് കമ്മിറ്റി ശരി, ശ്രീ പി കരുണാകരൻ നോക്കൂ, ഇപ്പോൾ പാർട്ടി പുറത്താക്കിയിട്ടുള്ള CPMന്റെ ലോക്കൽ കമ്മിറ്റി അംഗം പീതാംബരൻ, സാധാരണഗതിയിൽ ലോക്കൽ കമ്മിറ്റി അംഗം എന്ന് പറയുമ്പോൾ CPMന്റെ നേതൃനിരയിൽ അല്ലെങ്കിൽ പ്രാദേശിക നേതാവ് എന്നുള്ള നിലയിൽ നമുക്ക് ആ ആളെ കാണാവുന്നതാണ്. അങ്ങനെ ഒരു പാർട്ടിയുടെ പ്രാദേശിക നേതാവിന് CPM ഏത് രീതിയിലാണ് ഇത്തരം കാര്യങ്ങൾ ചെയ്യേണ്ടത് എന്നത് സംബന്ധിച്ച് ബോധ്യമില്ലാതെ ചെയ്തതാണോ? മാത്രമല്ല, പാർട്ടിയുടെ ഒരു അടിസ്ഥാന ഘടനയുണ്ടല്ലോ, ആ ഘടനയുടെ സഹായമില്ലാതെയാണ് പീതാംബരൻ ഈ കാര്യങ്ങൾ ചെയ്തത് എന്നാണോ പൊതുസമൂഹം മനസ്സിലാക്കേണ്ടത്? അങ്ങനെ മനസ്സിലാക്കണം എന്ന് പാർട്ടി നിർബന്ധിച്ചാൽ അത് വിലപ്പോകുമോ? ഒരു സംശയവുമില്ല, പാർട്ടിയുമായിട്ട് യാതൊരു ബന്ധവും ഈ സംഭവത്തിൽ ഇല്ല എന്നുള്ളത് ആവർത്തിച്ച് പറഞ്ഞു. അവിടെയുള്ള ഏത് പാർട്ടിയുടെ ആൾക്കാരോട് ചോദിച്ചാലും അത് വ്യക്തമാവും. ഇദ്ദേഹത്തിന് 3-4 മാസം മുമ്പ് ഇദ്ദേഹത്തിന്റെ കയ്യും കാര്യം വിളിച്ചിട്ടുണ്ടായിരുന്നു. അതിന്റെ ഭാഗമായിട്ട് വ്യക്തിപരമായിട്ട് വിരോധമോ കാര്യങ്ങളോ ആയിരിക്കാം. അതുപോലും നമ്മൾ അംഗീകരിക്കുന്നില്ല. അതുകൊണ്ട് ഞങ്ങളുടെ മേൽ അടിച്ചേൽപ്പിക്കണ്ട. ായാലും മറ്റ് മാധ്യമ പ്രവർത്തകരായാലും CPM ഒരിക്കലും മാറില്ല, ഈ രീതിയിലേ പോകൂ എന്നതിൽ അടിച്ചേൽപ്പിക്കേണ്ട ആവശ്യമോ കാര്യങ്ങളോ ഇല്ല. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം വസ്തുതാപരമായിട്ടുള്ള കാര്യങ്ങളാണ് പറഞ്ഞത്. ഇതിൽ ലോക്കൽ കമ്മിറ്റി മെമ്പർ എന്ന നിലയിൽ അദ്ദേഹത്തിന് പരീക്ഷയിലെ ഗുരുതരമായിട്ടുള്ള തെറ്റ് അത് മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് അത്തരം ഒരു സാഹചര്യം ഉണ്ടാക്കിയതിന്റെ ഉത്തരവാദിത്തത്തിൽ നിന്ന് ഒഴിമാറാൻ കഴിയത്തില്ല. ആ നിലയിലേക്കുള്ള നടപടിയിലേക്ക് നീങ്ങാൻ കാരണം അത് നേരത്തെ തന്നെ പാർട്ടി സെക്രട്ടറി വ്യക്തമാക്കിയതാണ്. അല്ല, ഞങ്ങളിൽ അടിച്ചേൽപ്പിക്കേണ്ട എന്ന് പറയുമ്പോൾ ഞാൻ ചോദിച്ച ചോദ്യം വളരെ പ്രധാനപ്പെട്ടതാണ് ശ്രീ പി കരുണാകരൻ. എങ്ങനെയാണ് CPM അതിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കാൻ കഴിയുക എന്നുള്ളത് കൂടി വിശദീകരിക്കണ്ടേ? പാർട്ടിയുടെ ഒരു ഘടനയുണ്ട്, പാർട്ടിയുടെ ചില സൗകര്യങ്ങളുണ്ട്, പാർട്ടിക്ക് ഒരു അധികാര കേന്ദ്രം എന്നുള്ള നിലയിൽ കിട്ടുന്ന സഹായങ്ങളുണ്ട്. ഇതെല്ലാം ഉണ്ടെങ്കിൽ മാത്രമല്ലേ CPMന്റെ ഒരു ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി, സാധാരണ ഒരാൾക്ക് ഇങ്ങനെ ഒരു രാത്രി 10 മണി സമയത്ത് ഒരു ഇരട്ട കൊലപാതകമൊക്കെ ചെയ്യാൻ ഇന്ന് നാട്ടിൽ കഴിയുമോ? ഒന്നുകിൽ വലിയ ക്രിമിനൽ ആയിരിക്കണം. അങ്ങനെയുള്ള ഒരു ക്രിമിനലിനെ ആയിരിക്കില്ലല്ലോ CPIM ലോക്കൽ കമ്മിറ്റി അംഗമായി വളർത്തിയിട്ടുള്ളത്. അപ്പോൾ അങ്ങനെ ഒരു ക്രിമിനൽ അല്ലാത്ത പീതാംബരൻ എന്ന് പറയുന്ന ഒരാൾക്ക് സാധാരണഗതിയിൽ ചെയ്യാൻ കഴിയാത്ത കാര്യമാണ് ഇരുട്ടിൻ്റെ മറവിൽ വെറും രാത്രിയിൽ ആ ആൾ ചെയ്തു വെച്ചത്. അപ്പോൾ അതിൽ പാർട്ടിയുടെ പങ്കാളിത്തം, പാർട്ടിയുടെ സഹായം, പാർട്ടിയുടെ ആ ഒരു അടിസ്ഥാനപരമായി പാർട്ടി അംഗം എന്നുള്ള നിലയിൽ, പാർട്ടി പ്രാദേശിക നേതാവിൽ എന്ന നിലയിൽ കിട്ടുന്ന ധൈര്യം അല്ലെങ്കിൽ ചുറ്റുപാടിൽ നിന്നുള്ള സഹായം, ഇതെല്ലാം എങ്ങനെയാണ് പാർട്ടി തള്ളിപ്പറയുക? വ്യക്തിപരമായി ചില ആൾക്കാർ ചെയ്യുന്ന ഉത്തരവാദിത്വം പൂർണ്ണമായും പാർട്ടി ഒരിക്കലും ഏറ്റെടുക്കാൻ കഴിയില്ല. വ്യക്തിപരമായിട്ടുള്ള കഴിവ്, കൂട്ടായിട്ടുള്ള കഴിവ്, അതിൻ്റെയൊക്കെ ഭാഗമായിട്ടാണ് പാർട്ടിയുടെ പ്രവർത്തനം മുന്നോട്ട് പോവുക. പക്ഷേ വ്യക്തിപരമായിട്ടുള്ള കഴിവ് അത് തൻ്റെ ഒരു താൻ പ്രമാണിത്തമായിട്ട് മാറുകയും അത് ചിലപ്പോൾ പാർട്ടിയുടെ നയത്തിൽ നിന്ന് വ്യത്യസ്തമായിട്ട് തൻ്റെതായിട്ടുള്ള ജീവിതം നടപ്പിലാക്കാൻ അദ്ദേഹം ശ്രമിക്കുകയും ചെയ്യുമ്പോൾ അദ്ദേഹം പാർട്ടി നയത്തിൽ നിന്ന് വ്യതിചലിക്കുകയാണ് ചെയ്യുന്നത്. ആ വ്യതിചലനത്തിന്റെ ഭാഗമായിട്ട് തന്നെയാണ് അത്തരം ആളുകൾക്ക് പാർട്ടിയിൽ സ്ഥാനമില്ല എന്നുള്ളത് പാർട്ടി സെക്രട്ടറി നേരത്തെ പറഞ്ഞത്. ഒരു കാരണവശാലും അതിൽ നിന്നും വിട്ടുവീഴ്ച ചെയ്യുന്ന സമീപനം CPMനെ സംബന്ധിച്ചിടത്തോളം ഇല്ല. അതുകൊണ്ട് ഞങ്ങൾ മാറിയാലും മാറ്റത്തില്ല. അതുപോലെ തന്നെ നിങ്ങൾ എപ്പോഴും ഇങ്ങനെ ചെയ്യൂ എന്ന നിലയിലേക്കുള്ള വാദഗതി കൊണ്ട് കാര്യമില്ല. ഞങ്ങൾ ഒട്ടേറെ അനുഭവിച്ചവരാണ് കേരളത്തെ സംബന്ധിച്ചിടത്തോളം, കാസർഗോഡ് ജില്ലയെ സംബന്ധിച്ചിടത്തോളം. അത് ഒരാൾക്കും വിസ്മരിക്കാനോ മറക്കാനോ കഴിയില്ല. ആ കഥകളൊന്നും ഞാൻ ഇതുമായി ബന്ധപ്പെടുത്തി പറയാൻ ഉദ്ദേശിക്കുന്നില്ല. ഇവിടെ വന്ന സംഭവങ്ങളെ സംബന്ധിച്ചിടത്തോളം അതിലുള്ള ഗുരുതര സ്ഥിതി മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് ഒരിക്കലും നടക്കാൻ പാടില്ലാത്തൊരു കാര്യം
ഒരു വ്യക്തിപരമായ താല്പര്യമോ അല്ലെങ്കിൽ വ്യക്തിപരമായ തനിഷ്ടത്തിന്റെ ഭാഗമായിട്ട് നടത്തിയത് ഉണ്ടാക്കിയിട്ടുള്ള ഏറ്റവും വലിയ ദുഷ്പേര്. അതുകൊണ്ട് തന്നെയാണ് അതിനെതിരെ കർശനമായിട്ടുള്ള ഇവിടെ CPIM സമീപകാലത്ത് സ്വീകരിച്ച നിലപാടുകളിൽ വലിയ വൈരുദ്ധ്യമില്ലേ? ഒരു ഘട്ടത്തിൽ പയ്യന്നൂരിലെ ഒരു രാഷ്ട്രീയ കൊലപാതകത്തിൽ CPMന്റെ പ്രവർത്തകൻ, സജീവ പ്രവർത്തകൻ കൊല ചെയ്യപ്പെട്ടപ്പോൾ ഇതേ സംസ്ഥാന സെക്രട്ടറി തന്നെ അവിടെ ചെന്ന് പറഞ്ഞത് വരമ്പത്ത് കൂലി നൽകണം എന്നാണ്. ഇന്നിപ്പോൾ പറയുന്നത് പാർട്ടി പ്രവർത്തകർ യാതൊരു അക്രമത്തിനും പങ്കെടുക്കരുത് എന്നതാണ് പാർട്ടി തീരുമാനം. അങ്ങനെ തൃശ്ശൂർ സംസ്ഥാന സമ്മേളനം തീരുമാനിച്ചിട്ടുണ്ട് എന്നാണ്. ഏതാണ് യഥാർത്ഥത്തിൽ പാർട്ടി പ്രവർത്തകർ വിശ്വസിക്കേണ്ടത്? ഇങ്ങനെ കൊല ചെയ്യാനും അക്രമം കാണിക്കാനും ഇറങ്ങി പുറപ്പെടുന്ന പാർട്ടി പ്രവർത്തകർ വിശ്വസിക്കേണ്ടത് ഈ വരമ്പത്ത് കൂലി എന്ന് പറയുന്നതാണ് യഥാർത്ഥത്തിൽ പറയുന്നത്, ബാക്കിയുള്ളതെല്ലാം മാധ്യമങ്ങൾക്ക് വേണ്ടിയുള്ളതാണെന്നല്ലേ സ്വാഭാവികമായും അവർ വിചാരിക്കൂ? അല്ല, സന്ദർഭങ്ങളിൽ നിന്ന് മാറ്റിയെടുത്തിട്ട് നികേഷ് എല്ലാത്തിനെയും ഒരേപോലെ കനവിപ്പെടുത്തിയുള്ള കാര്യമില്ല. ഇപ്പോൾ ഒരു പ്രസംഗത്തിന്റെ ഇടയിൽ കോടിയേരി ബാലകൃഷ്ണൻ അന്നുണ്ടാക്കിയിട്ടുള്ള ഗുരുതരമായിട്ട് സ്ഥിതി വെച്ചുകൊണ്ട് പ്രസംഗത്തിൽ പറഞ്ഞ ഒരു കാര്യമാണ് നിങ്ങൾ ഇവിടെ ഉദ്ധരിച്ചത്. പാർട്ടി സഹാക്കളെ സംബന്ധിച്ചിടത്തോളം യാതൊരു സംശയത്തിന്റെയും അവകാശമില്ല. പാർട്ടി സഹാക്കൾ ഈ അക്രമ രാഷ്ട്രീയത്തെ പ്രോത്സാഹിപ്പിക്കുന്നില്ല, അത്തരം കാര്യങ്ങളെ ശക്തമായിട്ട് എതിർക്കുക ചെയ്യും. പാർട്ടി നേതൃത്വത്തെ സംബന്ധിച്ചിടത്തോളം അത്തരം സ്ഥിതി വന്നാൽ കർശനമായിട്ട് നടപടി സ്വീകരിക്കും എന്നുള്ളത് വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ പറഞ്ഞാൽ പോലും നിങ്ങളെ വിടൂല എന്ന് പറയുന്ന അഭിപ്രായത്തോട് വേറൊന്നും എനിക്ക് പ്രതികരിക്കാനില്ല. രാഷ്ട്രീയ കൊലപാതകങ്ങൾ അവസാനിപ്പിക്കണമെന്ന് പാർട്ടി ഒറ്റക്കെട്ടായി തീരുമാനിച്ചാലും CPM മാറാൻ പാടില്ല എന്ന മാധ്യമങ്ങളുടെ രീതി അംഗീകരിക്കാൻ കഴിയില്ല എന്നാണ് കോടിയേരി ബാലകൃഷ്ണൻ അത് തന്നെയാണ് അങ്ങും ആവർത്തിക്കുന്നത്. നോക്കൂ, ഈ രാഷ്ട്രീയ കൊലപാതകങ്ങൾ അവസാനിപ്പിക്കണം എന്ന് പാർട്ടി ഒറ്റക്കെട്ടായി തീരുമാനിച്ചാലും എന്ന് പറയുമ്പോൾ അങ്ങനെ തീരുമാനിച്ചിട്ടുണ്ട് എങ്കിൽ ശ്രീ പി കരുണാകരൻ, പാർട്ടി ബോംബ് നിർമ്മാണം നടത്തുന്നു, പാർട്ടി വലിയ നിലയിൽ ഗുണ്ടകളെ തീറ്റിപ്പോറ്റുന്നു, വലിയ നിലയിൽ ആയുധ നിർമ്മാണം നടത്തുന്നു തുടങ്ങിയ ആക്ഷേപങ്ങൾ അതൊരു CPMന്റെ മാത്രം പേരിലുള്ളതല്ല, RSSന്റെയും ഒരു പരിധിവരെ കോൺഗ്രസിൻ്റെയും ഒക്കെ പേരിൽ കേരളത്തിൽ SDPIയുടെയും ഒക്കെ പേര് കേരളത്തിൽ ഇങ്ങനെയുള്ള ആക്ഷേപങ്ങളുണ്ട്. അപ്പോൾ ഈ പറയുന്ന സ്റ്റേറ്റ്മെൻറ്റ് ശരിയാണ് എങ്കിൽ, ആത്മാർത്ഥതയോടുകൂടിയാണ് എങ്കിൽ ഈ പറയുന്ന വടിവാൾ നിർമ്മാണം, ബോംബ് നിർമ്മാണം, രാഷ്ട്രീയ ഗുണ്ടകളെ തീറ്റിപ്പോറ്റൽ, അവരെ ജയിലിൽ പരിപോഷിപ്പിക്കൽ, ജയിലിൽ പോയ തടവ് പുള്ളികളായിട്ടുള്ള രാഷ്ട്രീയ കൊലപാതകങ്ങൾ നടത്തിയവരുടെ ബന്ധുക്കളെ ലോക്കലായി സഹായിക്കൽ തുടങ്ങിയ കാര്യങ്ങൾ കൂടി നിർത്തേണ്ടി വരില്ലേ? അല്ല, ഇപ്പോ നികേഷ് കേരളത്തിൽ വെച്ചാണല്ലോ സംസാരിക്കുന്നത്. കേരളത്തില് ഈ രാഷ്ട്രീയം, അതുപോലെ തന്നെ അക്രമ രാഷ്ട്രീയം, അതേപോലെ തന്നെ വെടിവാള്, അതേപോലെ തന്നെ കടാരി, പിന്നെ കൈത്തോക്ക്, ബോംബ് നിർമ്മാണം, മറ്റു കാര്യങ്ങൾ, ഇതൊക്കെ അത് CPMന്റെ ഓഫീസിലേക്ക് നടത്തുന്നതിനുള്ള നിലയിലേക്കുള്ള ഒരു പ്രതികരണം അങ്ങേറ്റം നിർഭാഗ്യകരമാണ്. കേരളത്തെ സംബന്ധിച്ചിടത്തോളം അതിനെതിരെ പൊരുതിയിട്ട് ഒട്ടേറെ സഹാക്കളുടെ ജീവൻ കൊടുത്ത ഒരു വലിയ പ്രസ്ഥാനമാണ് ഇത്. അതിന്റെ ഭാഗമായിട്ട് തന്നെയാണ് ഈ പാർട്ടി വളർന്നിട്ടുള്ളത്. അല്ലാതെ കേവലം വോട്ട് ചെയ്ത് ജയിച്ചതിന്റെ ഭാഗമായിട്ടല്ല CPM പലപ്പോഴും മുമ്പോട്ട് വന്നിട്ടുള്ളതും അതുപോലെ തന്നെ ശക്തി സംഭരിക്കുകയും ചെയ്തിട്ടുള്ളത്. ഈ രാജ്യത്തിലെ സാധാരണ ജനങ്ങൾ, കൃഷിക്കാരുടെ, തൊഴിലാളികൾ, ജനവിഭാഗങ്ങൾ, മറ്റാൾക്കാരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി നടത്തിയ വലിയ പോരാട്ടങ്ങൾ, ആ പോരാട്ടത്തിന്റെ നേതൃത്വം തന്നെയാണ് കേരളത്തെ സംബന്ധിച്ചിടത്തോളം CPMനെ സംബന്ധിച്ചിടത്തോളം. ഈ വലിയ പ്രവർത്തനത്തിനിടയിൽ ഞങ്ങൾക്കെതിരായിട്ട് വരുന്ന എതിർപ്പുകളും അതുപോലെ തന്നെ ഭീഷണികളും കാര്യങ്ങളും നേരിടേണ്ടി വരുന്ന സമയത്ത് ചില സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടാവും. ഞാൻ അതിനെ നിഷേധിക്കുന്നില്ല. അതിന്റെ അർത്ഥം കേരളത്തെ സംബന്ധിച്ചിടത്തോളം CPM ആണ് കുഴപ്പമുണ്ടാക്കുന്നത്, CPM ആണ് ഇതൊക്കെ ചെയ്തു കൂട്ടുന്നത് എന്ന നിലയിലേക്ക് ഇല്ല. അങ്ങനെയില്ല ശ്രീ പി കരുണാകരൻ, ദയവായി അതിനെ വ്യാഖ്യാനിച്ച് നോക്കൂ ശ്രീ പി കരുണാകരൻ, അങ്ങനെ വ്യാഖ്യാനിച്ച് കേരള രാഷ്ട്രീയത്തിൽ ഞങ്ങൾക്ക് ഉണ്ടാക്കാൻ കഴിയുന്ന ഒരു വളർച്ച എന്ന് പറഞ്ഞാൽ കടാരി രാഷ്ട്രീയത്തിലെയും അക്രമ രാഷ്ട്രീയത്തിലെയും നോക്കൂ ശ്രീ പി കരുണാകരൻ, അങ്ങനെ വ്യാഖ്യാനിച്ച് അതിനെ താങ്കൾ ഉത്തരം കിട്ടാനുള്ള ഒരു മാർഗം അവലംബിക്കുക മാത്രമാണ് ചെയ്യുന്നത്. CPIM മാത്രമാണ് അക്രമ രാഷ്ട്രീയത്തിന് മുന്നിൽ നിൽക്കുന്നത് എന്ന് ആരും പറയുന്നില്ല. അതിന്റെ ഇടയിൽ തെറ്റ് പറ്റിയാൽ ആ തെറ്റുകൾ സമ്മതിക്കുകയും അതുപോലെ തന്നെ തെറ്റ് ചെയ്ത ആൾക്കാരായിട്ട് നടപടിയെടുക്കുകയും ചെയ്യും. ആ വളരെ നിശ്ചയദാർഢ്യമുള്ള ഒരു പ്രസ്ഥാനമാണ് CPM. അല്ലാതെ മറ്റു പാർട്ടികളെ പോലെ ഓരോ ആവശ്യത്തോടെ മാറുകയോ അല്ലെങ്കിൽ മാറ്റുകയോ ചെയ്യുന്ന സമീപനവും കാര്യങ്ങളോ CPMനെ സംബന്ധിച്ചില്ല. ശ്രീ പി കരുണാകരൻ, നോക്കൂ, താങ്കൾ അങ്ങനെ വ്യാഖ്യാനിക്കുന്നത് താങ്കൾക്ക് സുരക്ഷിതമായ ഉത്തരം തേടാൻ വേണ്ടിയാണ്. എൻ്റെ ചോദ്യം ഒന്നുകൂടി ഞാൻ ഈ നിലയിൽ ഡ്രാഫ്റ്റ് ചെയ്യുന്നു. കേരളത്തിലെ ഏറ്റവും കൂടുതൽ രാഷ്ട്രീയമായി കൊല ചെയ്യപ്പെട്ടിട്ടുള്ളത് ഒരുപക്ഷെ CPIMന്റെ പ്രവർത്തകരായിരിക്കാം, അല്ല ആണ്. പക്ഷേ ഏറ്റവും കൂടുതൽ കൊലപാതക കേസുകളിൽ പ്രതികളായിട്ടുള്ളവരും CPIM പ്രവർത്തകരാണ് എന്നുള്ളത് കൂടി താങ്കൾ മനസ്സിലാക്കണം. നോക്കൂ, വലിയ നിലയിൽ ഒരു ആത്മവിമർശനം നടത്തുന്ന CPMന്റെ സംസ്ഥാന സെക്രട്ടറിയാണ് ഇന്ന് രാവിലെ കേരളം കണ്ടത്.
നോക്കൂ, അങ്ങനെ കേരളത്തിൽ ഏറ്റവും കൂടുതൽ രാഷ്ട്രീയ കൊലപാതകങ്ങളിൽ പെട്ടവർ CPM പ്രവർത്തകരാണ് എന്നുള്ളത് കൊണ്ട് തന്നെ അവരെ നിയന്ത്രിക്കാൻ എന്ത് പാക്കേജാണ് CPMന് മുന്നോട്ട് വെക്കാനുള്ളത്? കേരളത്തോട് പറയണ്ടേ, ഞങ്ങളിനി വടിവാൾ നിർമ്മിക്കില്ല, ഞങ്ങളിനി ബോംബ് നിർമ്മിക്കില്ല, ഞങ്ങൾ ഈ ഗുണ്ടകൾക്ക് സഹായം നൽകില്ല, ഞങ്ങളിനി അവരുടെ ജയിലിൽ കിടക്കുന്നവർക്ക് എല്ലാ സഹായങ്ങളും നൽകില്ല, അവരുടെ ബന്ധുക്കൾക്ക് ഞങ്ങൾ ഭർത്താവോ അല്ലെങ്കിൽ അച്ഛനോ ഗൾഫിൽ പോയതുപോലെ നാട്ടിൽ പണമെത്തിച്ചു കൊടുക്കില്ല, തുടങ്ങിയ കാര്യങ്ങൾ കൂടി CPM തുറന്നു പറയേണ്ടി വരില്ലേ? കരുണാകരൻ, ശ്രീ എ സജീവൻ, ഞങ്ങൾ മാറാൻ നിങ്ങൾ സമ്മതിക്കില്ലേ എന്ന കോടിയേരി ബാലകൃഷ്ണന്റെ സ്റ്റേറ്റ്മെന്റ് ചരിത്രപരമായ പ്രാധാന്യമുള്ള ഒന്നാണോ? അല്ല, കോടിയേരി ബാലകൃഷ്ണൻ ചോദിച്ചത് സ്വാഭാവികമായിട്ടും ആത്മാർത്ഥമാണെങ്കിൽ അത് നല്ല കാര്യമാണ്. പക്ഷേ ആത്മാർത്ഥമാണോ എന്നുള്ള കാര്യത്തിൽ നമുക്കതിലൊരു സംശയം തോന്നുന്നൊരു കാര്യമുണ്ടല്ലോ. ഒന്ന്, ഇതേ സ്റ്റേറ്റ്മെൻറ്റിനോട് അതിൻ്റെ ഭാഗമായിട്ടാണ് അദ്ദേഹം പറഞ്ഞത് കുഞ്ഞനന്തൻ്റെ കാര്യം. കോടതി ഇദ്ദേഹം കുറ്റവാളിയാണെന്ന് കണ്ടെത്തിയിട്ട് ശിക്ഷിച്ചിട്ട് ഇപ്പോൾ ജയിലിൽ കിടക്കുന്ന ആളാണ് കുഞ്ഞനന്തൻ. കുഞ്ഞനന്തൻ തെറ്റുകാരനല്ല എന്ന് പറയുമ്പോൾ ഒരു കാര്യത്തിൽ കോടതി പരിപൂർണമായിട്ടും ആ കേസുമായി ബന്ധപ്പെട്ട എല്ലാ വിചാരണയും നടത്തിയിട്ടാണ് ശിക്ഷിക്കുന്നത്. അദ്ദേഹത്തെ ന്യായീകരിക്കുന്നു. അതേ സമയത്താണ് ഇപ്പുറത്ത് ഞങ്ങൾ മാറാൻ തയ്യാറാവുമെന്ന് പറയുന്നത്. ഈ മാറ്റത്തെ നല്ല കാര്യമാണെങ്കിൽ ആ മാറ്റം നമുക്ക് സമ്മതിച്ചു കൊടുക്കാം. പക്ഷേ ഇവിടെ ഒരു കാര്യമുള്ളത്, ഈ കേസിൽ ഒരു പീതാംബരൻ മാത്രമാണ് എന്ന് നമുക്ക് വിശ്വസിക്കാൻ പറ്റുമോ? ഇവിടെ പോലീസ് പോലും അന്വേഷിച്ചിട്ട് പീതാംബരൻ സ്വന്തം കൈകൊണ്ട് ചെയ്ത കാര്യമാണെന്ന് പറയുന്നില്ല. പീതാംബരൻ്റെ കാര്യത്തിലാണെങ്കിൽ ഇപ്പോൾ നേരത്തെ കോടിയേരിയുടെ പ്രസ്താവന അനുസരിച്ചാണെങ്കിൽ പാടത്തെ പണിക്ക് പരമ്പത്ത് കൂലി എന്നാണെങ്കിൽ പീതാംബരൻ ചെയ്തത് ശരിയാണ് എന്ന് ന്യായീകരിക്കേണ്ടി വരും. കാരണം പീതാംബരൻ്റെ രണ്ട് കൈയും അടിച്ചൊടിച്ച സംഭവവുമായി ബന്ധപ്പെട്ടാണ് ഈ സംഭവം ഉണ്ടായതെന്ന് പറയുമ്പോൾ തന്നെ ആക്രമിച്ചവരെ തിരിച്ചാക്രമിക്കുകയായിരുന്നു പീതാംബരൻ എന്ന് പറയണ്ടേ? മാത്രമല്ല, ഇതിൽ പോലീസ് ഈ കേസിൽ കൃത്യമായിട്ട് എന്തെല്ലാം സംഭവിച്ചു, ആരൊക്കെയാണ് കുറ്റവാളികൾ എന്ന് പറയുന്നതിന് മുമ്പേ പീതാംബരനെ മാത്രം എടുത്ത് പാർട്ടിക്ക് പുറത്തേക്ക് കളയുമ്പോൾ ഇവിടെ 120B എന്നൊരു സാധ്യത ഉണ്ടല്ലോ. ആ സാധ്യത ഇല്ലാതാക്കാനുള്ള ശ്രമമാണ് എന്ന് ആരെങ്കിലും ചോദിച്ചാൽ അതിന് നമുക്ക് കുറ്റം പറയാൻ പറ്റുമോ? അല്ല, പക്ഷേ സജീവൻ നോക്കൂ, ഇന്നലെ തന്നെ കോടിയേരി ബാലകൃഷ്ണൻ അർത്ഥശങ്കയ്ക്കിടയില്ലാത്ത വിധം വ്യക്തമാക്കിയിരുന്നു, പ്രാദേശിക നേതൃത്വത്തിന് പങ്കുണ്ട് എങ്കിൽ അവരെ കൂടി പ്രതി ചേർക്കണം എന്ന്. ഇന്നിപ്പോൾ പീതാംബരൻ എന്ന ലോക്കൽ കമ്മിറ്റി അംഗം ഇപ്പോൾ അറസ്റ്റിലായിരിക്കുന്നു. അദ്ദേഹത്തോടൊപ്പം 6 CPM പ്രവർത്തകരും കൂടി അറസ്റ്റിലായിട്ടുണ്ട് എന്നുള്ളതാണ് അനൗപചാരിക വിവരം. അപ്പോൾ ആ നിലയിൽ മാത്രമാണ് ഗൂഢാലോചനയോ അല്ലെങ്കിൽ ആക്രമണത്തിൻ്റെ പദ്ധതി ആസൂത്രണം ചെയ്യലോ നടന്നിട്ടുള്ളത് എന്നുള്ളത് ഇന്നലെ തന്നെ പറഞ്ഞു വെച്ചിട്ടുള്ളതാണ്. ആ നിലയിൽ തന്നെയാണ് ഇന്ന് പോലീസ് ആക്ഷൻ നടന്നുകൊണ്ടിരിക്കുന്നത്. ദയവായി തുടരുക. ശ്രീ കെ വി തോമസ് കൂടി ടെലിഫോൺ ലൈനിലുണ്ട്. ശ്രീ കെ വി തോമസ്, മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞത് കാസർഗോഡ് LDF ജാഥ നടക്കുന്ന ദിവസം രാഷ്ട്രീയത്തിൻ്റെ ആദ്യാക്ഷരം അറിയുന്നവർ ഇത്തരം പ്രവൃത്തി ചെയ്യാൻ സന്നദ്ധമാകുമോ എന്നുള്ളതാണ്. നോക്കൂ, രാഷ്ട്രീയ പാർട്ടി പ്രവർത്തകർ, നിങ്ങളുടെ DCC ജനറൽ സെക്രട്ടറി മുൻകാലത്ത് ഒരിക്കൽ ഇന്ത്യ ടുഡേ മാഗസിൻ്റെ ഒരു കറസ്പോണ്ടൻറ്റിനെ എവിടെ വെച്ചാണ് തങ്ങൾ ബോംബ് നിർമ്മിക്കുന്നത്, ഏതൊക്കെ തരം ബോംബുകളാണ് ഉണ്ടാക്കുന്നത് എന്ന് പറഞ്ഞു കൊടുത്തു. അതിനെ KPCC പ്രസിഡന്റ് അംഗീകരിച്ചിട്ടുണ്ടാവില്ലല്ലോ. ഇത് ഞങ്ങളുടെ കുടിൽ വ്യവസായമാണെന്ന് പറഞ്ഞിട്ടുണ്ടാവില്ലല്ലോ. അങ്ങനെ ഒരു രാഷ്ട്രീയ പാർട്ടിയിൽ അവർ ആഗ്രഹിക്കാത്ത രീതിയിൽ ചില കാര്യങ്ങൾ നടക്കുന്നു എന്നാണ് ഇന്നലെയും ഇന്നുമായി കോടിയേരിയുടെയും ഇന്നത്തെ മുഖ്യമന്ത്രിയുടെയും സ്റ്റേറ്റ്മെന്റ് കാണേണ്ടതെന്ന് ഞാൻ പറഞ്ഞാൽ താങ്കൾ അംഗീകരിക്കില്ലേ? ആത്മാർത്ഥതയോടുകൂടിയാണ് മുഖ്യമന്ത്രി ഇത് പറഞ്ഞെങ്കിൽ നല്ല കാര്യം. പക്ഷെ നമ്മുടെ അനുഭവവും പഴയ ചരിത്രവും അതല്ല. കാരണം ഈ കുറ്റവാളികൾക്ക് പ്രൊട്ടക്ഷൻ കൊടുക്കുന്നത്, യഥാർത്ഥ കുറ്റവാളികളെ രക്ഷിക്കാൻ വേണ്ടി മറ്റ് ആളുകളെ കണ്ടുപിടിക്കുന്നതും ഒക്കെ CPMന്റെ പഴയ ചരിത്രത്തിന്റെ തന്നെ ഭാഗമാണ്. ഇപ്പോൾ കാസർഗോഡ് വന്നത് വളരെ ദുഃഖകരമാണ്. ഇത് ആവർത്തിക്കാൻ പാടില്ല. ഇത് അവസാനത്തതാണെങ്കിൽ, ഈ കാസർഗോഡ് നടന്ന ഈ സംഭവം അവസാനത്തതാണെങ്കിൽ എല്ലാവർക്കും ആ കാര്യത്തിൽ സന്തോഷമേറില്ല. ഇനി ഒരു ജീവൻ നഷ്ടപ്പെടരുത്. പക്ഷെ അത് തെളിയിക്കേണ്ടത് 2 കൂട്ടരാണ്. ഒന്ന് CPM-ഉം ഒന്ന് RSS-ഉമാണ്. CPM അക്രമ രാഷ്ട്രീയത്തെ നേരിടാൻ വേണ്ടി ചില പ്രാദേശികമായ ചില കാര്യങ്ങൾ നടന്നിരിക്കാം. പക്ഷേ ഈ കേരളത്തിലെ അക്രമ രാഷ്ട്രീയത്തിന് നേതൃത്വം കൊടുക്കുന്ന 2 പ്രസ്ഥാനങ്ങൾ CPM-ഉം RSS-ഉമാണ്. 2 കൂട്ടരും ഇത് അവസാനിക്കുമെങ്കിൽ കേരളത്തിന് നല്ലതാണ്. അങ്ങനെ ഒരു ആത്മാർത്ഥമായ നീക്കം CPM-ന്റെ ഭാഗത്തുനിന്നുണ്ട് എങ്കിൽ അതിനെ സ്വാഗതം ചെയ്യുക. പക്ഷേ ഇവിടെ നോക്കൂ കെ വി തോമസ്, അങ്ങനെ നിങ്ങളൊരു നല്ല പിള്ള ചമയുന്നത് എത്ര കണ്ട് ശരിയാണ്.
എണ്ണം നോക്കിയാൽ RSSും CPM-ഉം തന്നെ ആയിരിക്കാം ഒരുപക്ഷെ ഏറ്റവും കൂടുതൽ അക്രമ സംഭവങ്ങളിൽ ഏർപ്പെടുന്നത് കേരളത്തിൽ. കോൺഗ്രസും സംവിധാനമില്ലാതെ എങ്ങനെയാണ് നോക്കൂ, സംവിധാനമില്ലാതെ എങ്ങനെയാണ് ഈ പറയുന്ന കല്യാട്ട് തന്നെ അവിടെ ലോക്കൽ കമ്മിറ്റി അംഗമായ പീതാംബരൻ എന്നയാളുടെ 2 കൈ തല്ലിയൊടിച്ചത്? അവിടെ എങ്ങനെയാണ് 308 ഈ പറയുന്ന ഇന്ന് മരിച്ച നിർഭാഗ്യവശാൽ മരിച്ച ഒറ്റപ്പെട്ട സംഭവങ്ങൾ കോൺഗ്രസ് അംഗീകരിക്കുന്ന കാര്യമല്ല. അല്ല, അതാണ് CPM-ഉം ആവർത്തിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇതൊന്നും ഞങ്ങൾ അംഗീകരിക്കുന്ന കാര്യമല്ല എന്ന്. കഴിയില്ല. കോൺഗ്രസ് അംഗീകരിക്കുന്നില്ല എന്ന് ശ്രീ KV തോമസ് നിങ്ങൾ പറയുന്നത് ഞങ്ങൾ അംഗീകരിക്കുന്നു. പക്ഷെ അതേപോലെ തന്നെയാണ് CPM-ഉം പറയുന്നത് ഞങ്ങൾ അംഗീകരിച്ച കൊലപാതകങ്ങളല്ല, ഞങ്ങൾ നന്നാവാൻ തീരുമാനിച്ചിരിക്കുന്നു. ഞങ്ങൾ എന്തേ വിശ്വസിക്കാത്തത്? രാജൻ മാസ്റ്റർ എന്ന കർഷകനെ പരങ്ങാട് വെട്ടിക്കൊന്നത് CPM കാരല്ലേ? എത്ര സംഭവങ്ങൾ അങ്ങനെ ഉള്ളത്? അവരെല്ലാം അവസാനം പ്രൊട്ടക്ട് ചെയ്തില്ലേ? അല്ല, അങ്ങനെ നമ്മൾ പഴയ ഹിസ്റ്ററി എടുക്കുകയാണെങ്കിൽ ശ്രീ KV തോമസ് താങ്കൾക്ക് ഓർമ്മയുണ്ടാകും 1970-കൾ വരെ നല്ല രീതിയിൽ CPM-കാരെ കൊന്നൊടുക്കിയത് നിങ്ങൾ കോൺഗ്രസ്സുകാരായിരുന്നു. ചരിത്രത്തിലേക്ക് പോണോ? അങ്ങനെയാണെങ്കിൽ ഒരു ലിസ്റ്റ് ഉണ്ട്. അല്ല, ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾക്ക് അങ്ങനെ കഴിയില്ല. അത് എല്ലാവർക്കും അറിയാമല്ലോ. ഞങ്ങൾക്ക് അങ്ങനെ ഒരു സംവിധാനമില്ല, ഞങ്ങൾക്ക് അങ്ങനെ ഒരു മനസ്സില്ല, ഞങ്ങളുടെ കാഴ്ചപ്പാട് വ്യത്യസ്തമാണ്. നിങ്ങൾക്ക് കൃത്യമായി കഴിയുന്ന കാലഘട്ടങ്ങളിൽ നിങ്ങൾ അത് ചെയ്തിരുന്നു, നിങ്ങൾക്കന്ന് മനസ്സുണ്ടായിരുന്നു എന്നുള്ളത് കേരളം കണ്ടിട്ടുള്ളതാണ്. അങ്ങനെയാണോ ശ്രീ അരുൺകുമാർ? രാഷ്ട്രീയ ചരിത്രം എടുത്ത് പരിശോധിച്ച് നോക്കിയാൽ ആദ്യത്തെ കൊലപാതകം തൊട്ടിങ്ങ് എടുത്തു നോക്കിയാൽ കോൺഗ്രസിന് കൃത്യമായിട്ടുള്ള റോളുണ്ട്. ഇപ്പോൾ മൊയ്യാരത്ത് ശങ്കരൻ കോൺഗ്രസിൻ്റെ തലമുതിർന്ന നേതാവായിരുന്നു. ഒരു പ്രത്യേക ഘട്ടത്തിലധികം കോൺഗ്രസിൽ നിന്ന് രാജിവെച്ച് ഇടതുപക്ഷത്തിൻ്റെ ഭാഗമായി. കോൺഗ്രസിൻ്റെ ചരിത്രം തന്നെ ഹിന്ദിയിൽ നിന്നും ഇംഗ്ലീഷിലേക്കും ഇംഗ്ലീഷിൽ നിന്നും മലയാളത്തിലേക്കും എല്ലാം തർജ്ജമ ചെയ്ത ആളാണ് മൊയ്യാരത്ത് ശങ്കരൻ. അദ്ദേഹം ഇടതുപക്ഷത്തിൻ്റെ ഭാഗമായി മാറിയപ്പോൾ കൊലപ്പെടുത്തിക്കൊണ്ടാണ് കേരളത്തിൻ്റെ രാഷ്ട്രീയ ചരിത്രത്തിലെ ആദ്യത്തെ കൊലപാതകത്തിന് കോൺഗ്രസ് നേതൃത്വം കൊടുത്തത്. പിന്നെ അങ്ങ് എടുത്തു നോക്കി ഏറനാടിൻ്റെ പ്രിയപ്പെട്ട MLA ആയ കുഞ്ഞാലി കൊല്ലപ്പെട്ടത് എങ്ങനെയാണ്? തൊട്ടടുത്ത് കൊടുങ്ങല്ലൂർ അബ്ദുൽ ഖാദർ MLA ആയിരുന്നില്ലേ? ഇവിടെ എറണാകുളവും തൃശ്ശൂരും ഒറ്റ ജില്ലയായിരിക്കുമ്പോൾ കോൺഗ്രസിൻ്റെ DCC പ്രസിഡന്റായിരുന്നു. അദ്ദേഹം കോൺഗ്രസിൽ നിന്ന് രാജിവെച്ച് ഇടതുപക്ഷത്തിൻ്റെ ഭാഗമായി മാറി 35 ദിവസം തികയുന്ന ദിവസമാണ് അദ്ദേഹത്തെ വെടിവെച്ചു കൊന്നത്. അങ്ങനെ എടുത്തു നോക്കി എത്രയോ ആളുകളെ കൊലപ്പെടുത്തി പ്രതിപട്ടികയിലുണ്ട് കോൺഗ്രസ്. ഇന്നും കോൺഗ്രസ് അത് തുടരുകയല്ലേ? അപ്പോൾ ഇപ്പോഴത്തെ ഈ കൊലപാതകം നമുക്കറിയാം, മുഖ്യമന്ത്രിയും അതുപോലെ നമ്മുടെ സംസ്ഥാന സെക്രട്ടറിയും അടക്കം തലമുതിർന്ന നേതാക്കന്മാരെല്ലാം അപലപിച്ചിട്ടുണ്ട്. ഇത് ഒരിക്കലും നടക്കാൻ പറ്റാത്ത, സംഭവിക്കാൻ പാടില്ലാത്ത കാര്യമായിരുന്നു. ഒരിക്കലും കൊലപാതകം, ഇത്തരത്തിലുള്ള രാഷ്ട്രീയ കൊലപാതകം കേരളത്തിൽ ആവർത്തിക്കാൻ പാടില്ല. പക്ഷേ അതാ സംഭവത്തിൻ്റെ പേര് പറഞ്ഞ് കോൺഗ്രസ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രചരണവും അക്രമങ്ങളുമെല്ലാം കോൺഗ്രസ് ചരിത്രത്തെ വളച്ചൊടിക്കലാണ്. പക്ഷേ നോക്കൂ, കോൺഗ്രസിന് കിട്ടിയിട്ടുള്ള ഒരു PS ശ്രീധരൻപിള്ളയുടെ വാക്ക് കടമെടുത്താൽ സുവർണാവസരമാണ്. ഞാനത് ആ വാക്കിനെ ദുരുപയോഗിക്കുകയല്ല. പക്ഷേ ആ നിലയിലുള്ള ഒരു അബദ്ധം CPM-ന്റെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു. അതുകൊണ്ടാണല്ലോ കോടിയേരി ബാലകൃഷ്ണനും പിണറായി വിജയനും ഇന്നലെ ഏതാണ്ട് 1.5 മണിക്കൂർ നേരം AKG സെന്ററിൽ ഏത് കക്ഷി രാഷ്ട്രീയ കൊലപാതകം നടന്നപ്പോഴാണ് ആ നിലയിലുള്ള ഒരു ആശയവിനിമയം ഉണ്ടായത്. എങ്ങോട്ടാണ് പോകുന്നത് എന്നുള്ളത് സംബന്ധിച്ച് നിങ്ങൾക്ക് കൃത്യമായ ആശങ്കയുണ്ട്. അതുകൊണ്ടാണ് ആ നിലയിലുള്ള കൂടിയാലോചന നടന്നിട്ടുള്ളത്. ഇന്ന് ഞങ്ങൾ മുൻപൊരിക്കലും ഇല്ലാത്ത വിധത്തിൽ ഞങ്ങൾ ഇങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ലല്ലോ ഇതുവരെ, ഞങ്ങളെ വിശ്വസിക്കൂ എന്നുള്ള നിലയിൽ കോടിയേരി ബാലകൃഷ്ണൻ പറയുന്നത്. ശ്രീ A സജീവൻ, അമിത്ഷാ മോദി കൂട്ടുകെട്ട് പോലെയാണ് പിണറായി വിജയൻ കോടിയേരി കൂട്ടുകെട്ട്. സ്റ്റാലിനിസമാണ്, ക്രിമിനൽ മനസ്സുള്ളവരാണ് ഇവർ എന്നൊക്കെ നിലയിൽ മുല്ലപ്പള്ളി രാമചന്ദ്രൻ എന്ന KPCC അധ്യക്ഷൻ പെർഫോം ചെയ്യുകയാണ്. വടക്കേ മലബാറിൽ നിന്ന് മാത്രമല്ല, മലബാറിലാകെ തന്നെയും വേണമെങ്കിൽ തെക്കൻ തിരുവിതാംകൂറിലും ഒക്കെ തന്നെയും നല്ല രീതിയിൽ സ്വാധീനം കിട്ടാവുന്ന ഒരു വിഷയമായി ഈ വിഷയത്തെ ഉയർത്തിക്കൊണ്ടുവരാൻ കോൺഗ്രസിന് കഴിയുന്നു. 2 ജാഥകൾ ഒരേ സമയം നടക്കുകയാണ്. ഒന്ന് LDF-ന്റെ നേതൃത്വത്തിലുള്ള 2 ജാഥകൾ, 2 മുല്ലപ്പള്ളി രാമചന്ദ്രൻ്റെ നേതൃത്വത്തിലുള്ള രാഷ്ട്രീയം. മഹാബദ്ധമായി പോയി എന്നുള്ളത് കോടിയേരിയുടെയും പിണറായിയുടെയും ബോഡി ലാംഗ്വേജിൽ നിന്ന് നമുക്ക് വ്യക്തമാണ്. അത് രാഷ്ട്രീയമായി പരമാവധി ഉപയോഗിക്കുക എന്നുള്ളത് മുല്ലപ്പള്ളി രാമചന്ദ്രൻ്റെ പാർട്ടിയും ചെയ്യും. ഇതുവരെ നല്ല രാഷ്ട്രീയമൊന്നും പറഞ്ഞു കേട്ടിട്ടില്ലാത്ത മുല്ലപ്പള്ളി രാമചന്ദ്രൻ കൃത്യമായ വാക്കുകളിലൂടെ, കൃത്യമായ ശരീരഭാഷയിലൂടെയാണ് ഇതിനെ പ്രതികരിക്കുന്നത് എന്നുള്ളത് അവർ കൃത്യമായി അത് തെരഞ്ഞെടുപ്പിൽ ഉപയോഗിക്കും എന്നുള്ളത് തന്നെയല്ലേ നമ്മൾ മനസ്സിലാക്കുകയും വിചാരിക്കുകയും വേണ്ടത്? തീർച്ചയായിട്ടും. കാരണം ഈ ഒരു സംഭവം താങ്കൾ നേരത്തെ ഉപയോഗിച്ചത്, അത് പറയുമ്പോൾ 2 കൊലപാതകവുമായി ബന്ധപ്പെട്ട് പറയുമ്പോൾ ഒരുപക്ഷെ ആളുകൾക്ക് തെറ്റിദ്ധാരണ ഉണ്ടാവാമെങ്കിൽ പോലും ഇതൊരു വലിയ സുവർണാവസരമായി തന്നെയാണ് UDF, പ്രത്യേകിച്ച് കോൺഗ്രസ് കൈകാര്യം ചെയ്യുന്നതെന്ന് എന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല.
താങ്കൾ പറഞ്ഞ ബോഡി ലാംഗ്വേജ് ഉൾപ്പെടെ ഈ ആളുകളുടെയൊക്കെ പെരുമാറ്റത്തിലും വാക്കിലും ഒക്കെ ഉണ്ടാവുന്ന കാര്യങ്ങളിൽ ഇതുണ്ട്. ഇതൊരു വലിയ രാഷ്ട്രീയ പ്രശ്നമായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. ഒരാഴ്ച കഴിഞ്ഞോ അല്ലെങ്കിൽ ദിവസങ്ങൾ കഴിഞ്ഞോ പ്രഖ്യാപിക്കാൻ പോകുന്ന തെരഞ്ഞെടുപ്പാണ്. ആ തെരഞ്ഞെടുപ്പിന് മുമ്പ് ഏറ്റവും വലിയ ആയുധമായിട്ട് ഇത് ഉപയോഗിക്കുമ്പോൾ മിക്ക മണ്ഡലങ്ങളിലും ഒരുപക്ഷെ അട്ടിമറി ഉണ്ടാക്കാൻ സാധ്യതയുള്ള ഒന്നായിട്ട് മാറും. പ്രത്യേകിച്ച് കാസർകോട്ടും കണ്ണൂരും ഒക്കെ ഇത് വലിയ രൂപത്തിൽ പ്രതിഫലനങ്ങൾ ഉണ്ടാക്കിയേക്കും. ആളുകളുടെ മനസ്സിലേക്ക് വല്ലാത്തൊരു എന്ത് ഒരാളുടെ കൈ ഒടിച്ചതിനാണോ രണ്ടുപേർ ഇത്ര ക്രൂരമായിട്ട് കൊന്നത് എന്ന് ചോദിക്കുന്ന രാഷ്ട്രീയ പരമായിട്ടുള്ള പ്രത്യേകമായ താല്പര്യങ്ങളൊന്നും ഇല്ലാത്ത എത്രയോ പേര് എനിക്കറിയാം. അപ്പോൾ ഈ ഒരു അവസരമുണ്ട്. അതുകൊണ്ടാണ് ഈ മുല്ലപ്പള്ളി രാമചന്ദ്രനും രമേശ് ചെന്നിത്തലയും ഉമ്മൻചാണ്ടിയും എല്ലാം ഇത് ഉപയോഗിക്കുമെന്ന് കൃത്യമായിട്ട് നമുക്കറിയാം. പക്ഷെ അതുകൊണ്ട് തന്നെയാണ് ഇത് ഉപയോഗിക്കപ്പെടാതിരിക്കാൻ, ഇതൊരു വലിയ ആയുധമാക്കി തീർക്കാതിരിക്കാൻ വേണ്ടി കോടിയേരി ഈ ഒരു പ്രസ്താവന നടത്തിയത്. ഇതിൻ്റെ ആത്മാർത്ഥതയുടെ ഒരു പ്രശ്നത്തിൽ അതുകൂടി നമ്മൾ കാണണം. എന്തുകൊണ്ട് ഇപ്പോൾ ഇത് പറഞ്ഞു? അദ്ദേഹം തന്നെ ആദ്യത്തെ ദിവസം പറഞ്ഞ പോലെ ഇതൊരു രാഷ്ട്രീയ ഈ ഒരു തെരഞ്ഞെടുപ്പ് അടുത്ത സന്ദർഭത്തിൽ ഇങ്ങനെ ഒരു കാര്യം ചെയ്യാൻ ഒരു കമ്മ്യൂണിസ്റ്റിന് തോന്നുമോ എന്ന് ചോദിച്ചത് അത് വളരെ കൃത്യമായ ചോദ്യം, കമ്മ്യൂണിസ്റ്റുകാരോടുള്ള CPM-കാരോടുള്ള ചോദ്യമാണ്. തെരഞ്ഞെടുപ്പാണ് മുമ്പിൽ നിൽക്കുന്നത്. ഇന്നോ നാളെയോ പ്രഖ്യാപിക്കാൻ പോകുന്ന കാര്യമാണ്. അതിൽ തിരിച്ചടി ഉണ്ടാവാനുള്ള ഏറ്റവും വലിയ ആയുധമായിട്ട് ഇത് മാറും. ആ മാറുന്നൊരവസ്ഥ കൊണ്ടാണ് ഇപ്പോൾ ഇത്രയും ഞങ്ങൾ ഇതുവരെ പറഞ്ഞ പോലെ അല്ല ഇപ്പോൾ പറയുന്നത് എന്ന് പറയുന്നുണ്ടെങ്കിൽ അതിന് നമ്മൾ ആ രീതിയിൽ കൂടി വായിക്കേണ്ടതാണ്. ആത്മാർത്ഥമാണെങ്കിൽ നല്ലതാണ്. കാരണം KV തോമസ് ഉൾപ്പെടെ പറയാം ആത്മാർത്ഥതയോട് കൂടിയിട്ടാണ് ഇത് പറയുന്നതെങ്കിൽ നല്ല കാര്യമാണ്. പക്ഷേ സജീവൻ നോക്കൂ, അതിനകത്ത് എന്തൊക്കെയോ ചില തീരുമാനങ്ങളുണ്ട് എന്ന് നമുക്ക് വായിച്ചെടുക്കാം. പക്ഷേ പറയുന്ന കാര്യങ്ങൾ അവർക്ക് തന്നെ തിരിച്ചടി ഉണ്ടാകുന്നതല്ലേ? ഇവിടെ രമേശ് ചെന്നിത്തലയായാലും മുല്ലപ്പള്ളി രാമചന്ദ്രനായാലും ഇന്ന് ചോദിച്ച ചോദ്യം വളരെ പ്രധാനപ്പെട്ടതാണ്. അത് ശരി, ഈ പെരിയയിലെ 2 കൊലപാതകങ്ങൾ ഞങ്ങൾ ആസൂത്രണം ചെയ്തതല്ല, തെരഞ്ഞെടുപ്പ് വരുന്ന ഘട്ടത്തിൽ ആരെങ്കിലും അങ്ങനെ ചെയ്യുമോ എന്നുള്ള ചോദ്യം അവിടെ നിൽക്കുമ്പോൾ അവരുടെ തിരിച്ചുള്ള ചോദ്യം ഉണ്ടല്ലോ, തെരഞ്ഞെടുപ്പ് അല്ലെങ്കിൽ ചെയ്യുമോ, അല്ലെങ്കിൽ ബാക്കിയുള്ള കൊലപാതകങ്ങൾ നിങ്ങൾ ആസൂത്രണം ചെയ്ത് നടപ്പിലാക്കിയതാണോ? അപ്പോൾ ചില ഏറ്റുപറച്ചിലുകൾ പോലും വലിയ നിലയിൽ തിരിച്ചടിയായി CPM-ന് മാറുന്നുണ്ടോ? അല്ല, ഇത് തീർച്ചയായിട്ടും മാറില്ല എന്നുള്ള കാര്യമാണ് എൻ്റെ ഒരു നിഗമനം. കാരണം ഇപ്പം മുല്ലപ്പള്ളി രാമചന്ദ്രൻ ഉൾപ്പെടെയുള്ള ആളുകൾ അങ്ങനെ ഒരു ചോദ്യം ചോദിച്ചാൽ തൊട്ടപ്പുറത്തുള്ള ചീമേനിയിലുള്ള കൊലപാതകം ഇവർ ആസൂത്രണം ചെയ്തു, മുല്ലപ്പള്ളി രാമചന്ദ്രനും ചെന്നിത്തലയും അല്ലെങ്കിൽ ഉമ്മൻചാണ്ടിയും ഒക്കെ ആസൂത്രണം ചെയ്തതാണോ? അതവർ സമ്മതിക്കുമോ? ഈ കോൺഗ്രസ്സുകാർ ചെയ്ത താങ്കൾ തന്നെ ചോദിച്ചില്ലേ എത്ര കൊലപാതകങ്ങൾ കോൺഗ്രസിന്റെ ഭാഗത്തുനിന്നുണ്ടായിട്ടുണ്ട്. അപ്പോൾ അത്തരം കാര്യങ്ങളൊക്കെ ആസൂത്രണം ചെയ്തതാണോ അല്ലത്? എന്തായാലും അവരിപ്പോൾ ഇത് പറഞ്ഞല്ലോ, നമുക്കറിയാം എല്ലാ കാര്യങ്ങളിലും ഉന്നത നേതൃത്വം ആസൂത്രണം ചെയ്തില്ലെങ്കിൽ പോലും ഒരു തലം വരെ, ജില്ലാതലം വരെയെങ്കിലോ അല്ലെങ്കിൽ അങ്ങനെയുള്ള തലം വരെയെങ്കിലും ആസൂത്രണങ്ങൾ നടക്കും. അപ്പോൾ അങ്ങനെ ആസൂത്രണം നടക്കുന്ന കാര്യങ്ങളിൽ പലപ്പോഴും സമ്മതിക്കാറില്ല. TP ചന്ദ്രശേഖരനെ കൊല ചെയ്തപ്പോഴും സമ്മതിച്ചിട്ടില്ല. കുഞ്ഞനന്തൻ ഇപ്പോഴും നിരപരാധിയാണ് എന്ന് പറയുന്നു. ഇതൊക്കെ ഉണ്ട്. പക്ഷെ അതേ സമയത്ത് ഇപ്പോഴത്തെ ഈ തുറന്നു പറച്ചിൽ ഞങ്ങളിത് അതിനെ തള്ളിപ്പറയുന്നു. പീതാംബരനല്ല, ഇനി വേറെ ആരെങ്കിലും ഉണ്ടെങ്കിൽ അത് ഞങ്ങൾ അവരെയൊക്കെ തള്ളിപ്പറയും, അവർ ആ പാർട്ടിയിൽ പുറത്താക്കും എന്ന് പറയുന്നതിൻ്റെ ആത്മാർത്ഥതയോ അല്ലെങ്കിൽ രാഷ്ട്രീയ താല്പര്യങ്ങളോ ഇലക്ഷൻ പേടിച്ചിട്ടുള്ള കാര്യങ്ങളോ എന്തായാലും അങ്ങനെ ഒരു തുറന്ന പറച്ചിൽ അവർക്ക് ഉണ്ടാക്കാവുന്ന ആഘാതത്തിന് കുറവേ ഉണ്ടാക്കുകയുള്ളൂ. കാരണം നേരത്തെ എനിക്ക് വളരെ കൃത്യമായ ഉദാഹരണം പറയാനുള്ളത്, ഈ സർക്കാർ അധികാരത്തിൽ വന്ന സമയത്ത് ആദ്യമായിട്ട് ഒരു അഴിമതി പ്രശ്നമോ സ്വജനപക്ഷപാത പ്രശ്നമോ ഉണ്ടായല്ലോ EP ജയരാജനുമായി ബന്ധപ്പെട്ടിട്ട്. അതാണ് വളരെ പ്രധാനപ്പെട്ട പോയിന്റ്. ശ്രീ സജീവൻ നോക്കൂ, കേരളത്തിൽ ഇന്നോളം വന്നിട്ടുള്ള ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാരുകളെ നോക്കുക. ഒരു സർക്കാരും മോശമായിരുന്നില്ല എന്ന് മാത്രമല്ല, അതിന് തൊട്ടു മുമ്പുള്ളതോ അല്ലെങ്കിൽ അതിന് ശേഷം വന്നിട്ടുള്ളതോ ആയിട്ടുള്ള UDF സർക്കാരിനേക്കാൾ മെച്ചമായിരുന്നു. പക്ഷേ അണികളെ കയറൂരി വിടുന്നതോ അല്ലെങ്കിൽ ഉണ്ടാകുന്ന അക്രമ രാഷ്ട്രീയത്തിലോ മനമെടുത്തിട്ടാണ് ഒരു പരിധിവരെ പിന്നീട് UDF സർക്കാരുകൾ അധികാരത്തിൽ വരുന്നത് എന്നുള്ളത് ചരിത്രമല്ലേ? അതിൽ നിന്ന് ഒട്ടും വ്യത്യസ്തമല്ല പിണറായി വിജയൻ സർക്കാരും ഇപ്പോൾ അനുഭവിക്കേണ്ടി വരുന്നത് എന്നുള്ളത് നമ്മൾ ഏത് നിലയിലാണ് മനസ്സിലാക്കുക? നോക്കൂ, ഈ സർക്കാർ അധികാരത്തിൽ വന്ന ആദ്യ നാളുകളിൽ പിണറായി വിജയൻ്റെ നേതൃത്വത്തിൽ വലിയ നിലയിൽ ബോധപൂർവമായ ശ്രമമുണ്ടായിരുന്നു. കേരളം ശാന്തമായി മുന്നോട്ട് പോകണം, സമാധാനപരമായി മുന്നോട്ട് പോകണം. അതിനുവേണ്ടി പല നടപടികളെടുത്തിരുന്നു. എന്തിനാ? നോക്കുകൂലി ഒഴിവാക്കുക, വലിയ നിലയിൽ ട്രേഡ് യൂണിയനിസം ഇല്ലാതാക്കുക, രാഷ്ട്രീയമായ ധാർഷ്ട്യത്തിൻ്റെ പേരിലുള്ള സംഘർഷങ്ങൾ ഒഴിവാക്കുക, യൂണിവേഴ്സിറ്റികളിലെയും കോളേജുകളിലെയും തെരഞ്ഞെടുപ്പുകൾ കുറേയൊക്കെ സമാധാനപൂർണ്ണമായി പോയി.
മഹാരാജാസിലുണ്ടായിട്ടുള്ള അഭിമന്യുവിൻ്റെ കൊലപാതകത്തിന് ശേഷം കാര്യങ്ങൾ വ്യത്യസ്തമായി കുറെ കൂടി ജനാധിപത്യപരമായി പോകണമെന്ന് SFIക്കാരോടുകൂടി പാർട്ടി നിർദ്ദേശിക്കുന്ന നിലയിലുണ്ടായി. നോക്കൂ ഈ രാഷ്ട്രീയ കൊലപാതകം. അപ്പോൾ ഇതൊരു കുടത്തിൽ വെച്ച ഭൂതം, ആ ഭൂതത്തെ നിയന്ത്രിക്കാൻ കഴിയാത്ത അവസ്ഥയിലേക്ക് പിണറായി വിജയൻ എന്ന CPMൻ്റെ ഇപ്പോഴത്തെ തലതൊട്ടപ്പൻ പോലും നേരിട്ട് ഈ വിഷയം അനുഭവിക്കുകയാണ്. കാരണം ഇതിൻ്റെ രാഷ്ട്രീയമായിട്ടുള്ള ഡാമേജ് ആർക്കാണ്? പിണറായി വിജയനാണ്. ആ പിണറായി വിജയനെ പോലും നിയന്ത്രിക്കാൻ കഴിയാത്ത വിധത്തിൽ ഈ ഭൂതം കുടം തുറന്ന് പുറത്തേക്ക് വരുന്നു എന്നാണോ? തീർച്ചയായിട്ടും നേരത്തെ ഉണ്ടായിരുന്ന സർക്കാരുകളുടെ LDF സർക്കാരുകളുടെ കാര്യത്തിൽ ഉള്ളൊരു വ്യത്യസ്തമായൊരു കാര്യം ഇതിലുണ്ട്. അന്ന് ഇത്തരം പ്രശ്നങ്ങളുണ്ടായിരുന്നു. ഒരു കാലത്ത് CITU ആയിരുന്നു വലിയ തലവേദന. പാർട്ടി അധികാരത്തിൽ വന്ന സമയത്ത് അതിഭീകരമായ രൂപത്തിൽ CITU വിലസിയിരുന്നു. അവരുടെ കൈപ്പിടിയിലായിരുന്നു കാര്യങ്ങൾ. അന്ന് സർക്കാരിനും പാർട്ടിക്കും അവരെ ന്യായീകരിക്കേണ്ട ഒരു ഗതികേടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് DYFIയുടെ ഭാഗത്ത് കുറേ പ്രശ്നങ്ങളുണ്ടായിരുന്നു. ഇങ്ങനെ കുറേ പ്രശ്നങ്ങളുണ്ടായപ്പോഴൊക്കെ ന്യായീകരിക്കുകയും അതിനെയൊക്കെ തള്ളിപ്പറയാതിരിക്കുകയും ചെയ്യുന്നൊരവസ്ഥ പാർട്ടിക്കും സർക്കാരിനുണ്ടായിരുന്നു. ഇവിടെ താങ്കൾ പറഞ്ഞതുപോലെ തള്ളിപ്പറയുക എന്നൊരു നിലപാടെടുത്ത എൻ്റെ അറിവിലുള്ള ഏക LDF സർക്കാർ പിണറായി വിജയൻ സർക്കാരാണ്. ഒരു കാര്യം ഞാൻ അതുകൊണ്ടാണ് EP ജയരാജൻ്റെ കാര്യം പറഞ്ഞത്. EP ജയരാജൻ്റെ ഒരു ആരുടെയെങ്കിലും ഭാഗത്ത് സ്വജനപക്ഷപാതമോ അഴിമതിയോ ഉണ്ടായിട്ടെങ്കിൽ ആ ആൾ ഈ സർക്കാരിൽ ഉണ്ടാവില്ല എന്ന് പറഞ്ഞപ്പോൾ എത്രയോ ആ സർക്കാരിൻ്റെ റേറ്റ്, പിണറായി വിജയൻ്റെ റേറ്റിംഗ് എത്ര ഉയർന്നിരുന്നു. അത് ആ ഒരു അവസ്ഥയിൽ നമ്മളിപ്പോഴും പലപ്പോഴും അങ്ങനെ ഉണ്ടായിട്ടുണ്ട്. സർക്കാരിൻ്റെ ഭാഗത്ത് വളരെ ശക്തമായ നിലപാടുണ്ട്. വേണമെങ്കിൽ ഇതിനെപ്പോലും അങ്ങനെ ന്യായീകരിക്കാം. ഇവിടെ ഇലക്ഷൻ്റെ കാര്യം മറന്നാൽ, ഇലക്ഷൻ കണ്ടുകൊണ്ടുള്ള നിലപാടാണ് എന്നുള്ള മറന്നു കഴിഞ്ഞാൽ കോടിയേരി ബാലകൃഷ്ണൻ്റെ ഈ ഒരു കുറ്റസമ്മതം പോലും ഉണ്ടല്ലോ, അത് ആത്മാർത്ഥതയുള്ളതാണെങ്കിൽ അതുണ്ടാക്കുന്ന ജനങ്ങളുടെ മനസ്സിലേക്ക് ഉണ്ടാക്കുന്ന ഒരു ഇതുണ്ട്. ഇത് അവർ അടിയന്തരമായി തെരഞ്ഞെടുപ്പുണ്ട്, അതുകൊണ്ട് ഞങ്ങൾ മാറാൻ ഉദ്ദേശിക്കുന്നു. ഞങ്ങളുടെ ഈ അവസ്ഥ നിങ്ങൾ മനസ്സിലാക്കണം, ഞങ്ങളിലേക്ക് നിങ്ങൾ തിരിച്ചു വരണം എന്നുള്ള ഒരു വളരെ എന്താ പറയുക, ഒരു വളരെ ലീനായിട്ടുള്ള ഒരു വോയിസ് മാത്രമാണ് അതിൽ കൂടെ കാണുന്നത്. അഡ്വക്കേറ്റ് അരുൺകുമാർ, നോക്കൂ, ഇതെങ്ങനെയാണ് അവസാനിപ്പിക്കുക? ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ബോംബ് നിർമ്മാണം അടക്കമുള്ള കാര്യങ്ങൾ അതൊന്നും ഞാൻ ആവർത്തിക്കുന്നില്ല. അതിൻ്റെ ഒരു ലിസ്റ്റ് അഡ്വക്കേറ്റ് അരുൺകുമാറിനും അറിയാമല്ലോ, എങ്ങനെയാണ് പ്രത്യേകിച്ച് ഇത്തരം രാഷ്ട്രീയ സംഘർഷങ്ങൾ ഉണ്ടാകുന്നത് എന്ന്. എല്ലാ പാർട്ടികൾക്കും വലിയ ആയുധശേഖരമുണ്ട്. RSSനായാലും CPMനായാലും മുസ്ലിം ലീഗിനായാലും കോൺഗ്രസിനായാലും SDPIക്കായാലും ഈ ആയുധം ആദ്യം ഉപേക്ഷിക്കണം. നോക്കൂ, അമേരിക്കയും സോവിയറ്റ് യൂണിയനും ന്യൂക്ലിയർ യുദ്ധം വേണ്ട എന്ന് തീരുമാനിക്കുന്ന ഘട്ടത്തിൽ അത് പരിമിതപ്പെടുത്തുക എന്നുള്ള നിലയിലേക്ക് അവരെത്തി. അതിനുവേണ്ടി എന്ത് ചെയ്തു? രണ്ടു കൂട്ടരും അവരുടെ ആണവായുധങ്ങൾ വെട്ടിക്കുറച്ചു. ആ നിലയിൽ വെട്ടിക്കുറക്കാൻ തയ്യാറുണ്ടോ എന്നുള്ളത് ഒരു ചോദ്യം. അതിനപ്പുറത്തേക്ക് ഈ സജ്ജരായി നിൽക്കുന്ന പ്രവർത്തകരുണ്ടല്ലോ, ആ സജ്ജരായി നിൽക്കുന്ന പ്രവർത്തകരെ ആദ്യം ഡീആക്ടിവേറ്റ് ചെയ്യുക എന്നുള്ളതല്ലേ DYFIയും CPMും ചെയ്യേണ്ടത്? അങ്ങനെയാണ് എങ്കിൽ ഇവരെ ആക്ടിവേറ്റ് ചെയ്യുന്ന രീതിയിലുള്ള ചില പ്രവർത്തനങ്ങൾ സമീപകാലത്ത് CPM തുടങ്ങിയിരുന്നു. പ്രധാനമായി ഓൺലൈനിൽ പ്രത്യേകിച്ച് ഗ്രൂപ്പുകൾ രൂപീകരിച്ച് ആ ഗ്രൂപ്പുകളിൽ ഇപ്പോൾ കല്യാട്ട് അല്ലെങ്കിൽ ആ മേഖലയിൽ ഒരു സംഘർഷമുണ്ടായപ്പോൾ ഇവനാണ് CPMൻ്റെ ലോക്കൽ കമ്മിറ്റി അംഗത്തിൻ്റെ കൈ തല്ലിയൊടിച്ചവൻ, ഇവനെ വിടരുത് എന്ന നിലയിൽ പ്രചരണം നടത്തുക. അങ്ങനെ കൃത്യമായി നടന്നിട്ടുണ്ടോ എന്നറിയില്ല. പല രീതിയിൽ ആ നിലയിലുള്ള ക്യാമ്പയിനുകൾ നടക്കുന്നുണ്ട്. ഇതൊക്കെയാണ് പ്രവർത്തകർക്ക് ആക്കം കൂട്ടുന്നത്. നോക്കൂ, പിണറായി വിജയൻ കണ്ണൂർ ജില്ലാ ജയിൽ സന്ദർശിക്കുന്ന ഘട്ടത്തിൽ അവിടെ കുഞ്ഞനന്ദൻ എന്ന TP ചന്ദ്രശേഖരൻ്റെ കേസിൽ കുറ്റക്കാരനാണെന്ന് കോടതി വിധിച്ച പ്രതിയെ കണ്ട് ചിരിക്കുന്നു. അതൊക്കെ വീരോചിത കഥകളായി മാധ്യമങ്ങൾ പ്രചരിപ്പിക്കുമ്പോൾ ഈ പറയുന്ന പ്രവർത്തകരെല്ലാം തന്നെ അതിൽ അഭിരമിക്കില്ലേ? എന്നെ കണ്ടാലും CPMൻ്റെ ഉന്നത നേതാക്കൾ ചിരിക്കും, എന്നെ സഹായിക്കും എന്നുള്ള തോന്നലുണ്ടാകില്ലേ? അപ്പോൾ അതല്ലേ ആദ്യം CPM വേണ്ടത് വെക്കേണ്ടത്? CPMൻ്റെ സംസ്ഥാന നേതൃത്വവും ജില്ലാ നേതൃത്വവുമെല്ലാം കൃത്യമായി യാതൊരുവിധ സംഘർഷങ്ങളിലും CPMൻ്റെ പ്രവർത്തകർ ഭാഗവാക്കാകരുത് എന്നും അതുപോലെ ഒരു സംഘർഷത്തിനും വേദി ഒരുക്കരുത് എന്നും പരമാവധി സംയമനം പാലിക്കണമെന്നുമെല്ലാം തുടർച്ചയായിട്ട് ഉള്ള ജനറൽ ബോഡികളിലും മീറ്റിങ്ങുകളിലുമെല്ലാം തുടർച്ചയായി ആവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. കാരണം നമുക്കറിയാം, കഴിഞ്ഞ സംസ്ഥാന സമ്മേളനം നടന്നത് തൃശ്ശൂരാണ്. ഈ തൃശ്ശൂർ സമ്മേളനത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകതയായി നമ്മളെല്ലാം കണ്ടത് ഈ കേരളത്തിൻ്റെ ചരിത്രം ഉണ്ടായതിനു ശേഷം ഈ നാടിന് വേണ്ടി മരിച്ച CPMൻ്റെ പ്രിയപ്പെട്ട പ്രവർത്തകർ 575ഓളം വരുന്ന ധീര രക്തസാക്ഷികളുടെ സ്മൃതി മണ്ഡപത്തിൽ നിന്ന് ആരംഭിച്ച ദീപശിഖാദികളാണ് തൃശ്ശൂരിനെ ലക്ഷ്യത്തിലേക്ക് എത്തിച്ചേർന്നത്. അപ്പോൾ നമ്മൾ ആ ഓരോ രക്തസാക്ഷി സഖാക്കളുടെയും ഈ നാടിന് വേണ്ടി മരിച്ചവരെ എല്ലാം കൃത്യമായി ഓർത്തെടുക്കുന്ന സാഹചര്യമുണ്ടായി. ആ സമ്മേളനത്തിൽ വെച്ച് തന്നെ തീരുമാനം ഇത്തരത്തിലുള്ള രാഷ്ട്രീയ സംഘർഷങ്ങൾ ഒഴിവാക്കാൻ ഇത്തരത്തിലുള്ള വേദി ഒരിക്കലും ഉണ്ടാകരുത് എന്നുള്ള രൂപത്തിൽ അതിനുശേഷവും നിരവധി
പാർട്ടി നേതാക്കന്മാരുടെ പ്രസ്താവനയും അതുപോലെ തന്നെ നിർദ്ദേശങ്ങളും എല്ലാം വരുന്ന സാഹചര്യം ഉണ്ടായി. ഇപ്പോൾ കാസർഗോഡ് നടന്ന സംഭവം നമുക്കറിയാം. ഈ 308 വകുപ്പ് പ്രകാരം കേസെടുത്ത കാര്യം പറഞ്ഞു. അതിൻ്റെ തുടർച്ചയായിട്ടാണ് ഈ സംഭവം എന്ന് സൂചിപ്പിക്കുന്ന സാഹചര്യം ഉണ്ടായി. ഈ 307 അല്ലെങ്കിൽ 308 പിന്നെ 302 ഇവ തമ്മിലുള്ള വ്യത്യാസം കേവലം 1-2 സെക്കൻഡുകളുടെയോ മിനിറ്റുകളുടെയാണ്. ഇപ്പോൾ കൊലപാതക ശ്രമത്തിൽ പ്രതിയായവരാണ് ഈ കേസിൽ കൊല ചെയ്യപ്പെട്ട 2 പേർ. ഞാൻ ന്യായീകരിക്കുകയല്ല, ഒരിക്കലും ഈ കൊലപാതകത്തെ ന്യായീകരിക്കുകയല്ല. ഇതിൽ കൊല ചെയ്യപ്പെട്ടയാൾ 1ാമത്തെ പ്രതി, അതുപോലെ തന്നെ 6ാമത്തെ പ്രതിയായിരുന്നു. ഇവിടെ പീതാംബരനെ കൃത്യസമയത്ത് ആശുപത്രിയിൽ കൊണ്ടുപോയത് കൊണ്ടായിരിക്കാം ചിലപ്പോൾ പീതാംബരൻ കൊലപാതകത്തിന് വിധേയമാകാതെ അല്ലെങ്കിൽ കൊല ചെയ്യപ്പെടാതെ രക്ഷപ്പെടുന്ന സാഹചര്യം ഉണ്ടായത്. ഞാൻ സൂചിപ്പിച്ചത് അവിടെ പ്രാദേശികമായിട്ടുണ്ടായ ഒരു വിഷയം CPM-നെ ആകെ അവതാളത്തിലാക്കുന്ന തരത്തിൽ ലക്ഷക്കണക്കിന് പാർട്ടിയുടെ പ്രവർത്തകരെ കരുതേക്കുന്ന തരത്തിലേക്ക് മാറുമ്പോഴാണ് വിഷമമുണ്ടാകുന്നത്. ഇപ്പോൾ മാധ്യമങ്ങൾ സ്വീകരിക്കുന്ന നടപടികളെക്കുറിച്ച് തന്നെ കോടിയേരിയുടെ പത്രസമ്മേളനത്തിൽ പറയുന്ന സാഹചര്യം ഉണ്ടായി. ഇവിടെ ചില കൊലപാതകങ്ങൾ ഉണ്ടാകുമ്പോൾ അത് ദിവസങ്ങളോളം എഡിറ്റോറിയലായി മാറുകയാണ്. ചില കൊലപാതകങ്ങൾ ഉണ്ടാകുമ്പോൾ എന്നും ന്യൂസ് അവറുകളിൽ തുടർച്ചയായ ചർച്ചയായി മാറുകയാണ്. ഇപ്പോൾ കഴിഞ്ഞ മാസം CPM-ൻ്റെ ഒരു ബ്രാഞ്ച് സെക്രട്ടറിയുടെ വയർ കുത്തിപ്പൊളിച്ച് കുടൽ പുറത്തിട്ടു. INTUC-യുടെ ഗുണ്ടകളാണ് ചെയ്തത്. ഒരു പത്രത്തിൽ എഡിറ്റോറിയൽ ആയില്ല. ഒരു ചാനൽ ചർച്ചകളിലും ന്യൂസ് അവറുകളിൽ അതൊരു തുടർ ചർച്ചയായി മാറുന്ന, ഒരു ദിവസത്തെ ചർച്ചയായി മാറുന്ന സാഹചര്യം ഉണ്ടായില്ല. ഇപ്പോൾ നമുക്കറിയാം ഇടതുപക്ഷം അധികാരത്തിലേക്ക് എന്ന് കഴിഞ്ഞ 2016 എഴുതി കാണിക്കുന്ന സാഹചര്യം ഉണ്ടായപ്പോൾ, അതായത് റിസൾട്ട് വന്ന സാഹചര്യത്തിൽ ഇപ്പോൾ മുഖ്യമന്ത്രിയുടെ മണ്ഡലത്തിൽ തന്നെ രവീന്ദ്രൻ എന്ന് പറയുന്ന ഒരു സഖാവിനെ വാഹനം ഇടിച്ചു വീഴ്ത്തി കുത്തിക്കൊലപ്പെടുത്തുന്ന സാഹചര്യം ഉണ്ടായി. പിന്നെ ധനരാജൻ ഇവിടെ പരാമർശിക്കപ്പെട്ടു. പയ്യന്നൂര് DYFIയുടെ മേഖലാ പ്രസിഡന്റാണ്. 35 വയസ്സുള്ള ഒരു കരുത്തറ്റ ചെറുപ്പക്കാരൻ വീട്ടിൽ വന്ന് അമ്മയുടെ മുന്നിൽ വെച്ച്, ഭാര്യയുടെ മുന്നിൽ വെച്ചിട്ടാണ് വെട്ടിനുറുക്കെ കൊല ചെയ്തത്. വിജയദശമി നാളിൽ എല്ലാവരും ആയുധം പൂജയ്ക്ക് വയ്ക്കും, പുസ്തകം പൂജയ്ക്ക് വയ്ക്കും. RSSകാരൻ ആയുധം പൂജയ്ക്ക് വയ്ക്കാതെ ഒരു കള്ളുഷാപ്പ് തൊഴിലാളിയായ മോഹനന്റെ കള്ളുഷാപ്പിലേക്ക് അതിക്രമിച്ചു കയറി വെട്ടിനുറുക്കി കഷ്ണമാക്കി. എത്രയോ കൊലപാതകങ്ങളുണ്ടായി. ഒരു മുഹസിൻ ഇവിടെ തൊട്ടടുത്ത് ആലപ്പുഴയിൽ, അതുപോലെ ജിഷ്ണു ബൈക്കിൽ പോകുമ്പോൾ വെട്ടിക്കൊലപ്പെടുത്തിയത്. അങ്ങനെ കൊലപാതകങ്ങൾ ആവർത്തിക്കപ്പെടുകയാണ്. നമുക്ക് ഇതിന് സ്ഥായിയായിട്ടുള്ളൊരു പരിഹാരമാണ് വേണ്ടത്. ആരും കൊല ചെയ്യപ്പെടാൻ പാടില്ല. CPM-ൻ്റെ പ്രവർത്തകർ കൊല ചെയ്യാൻ പാടില്ല. RSSൻ്റെ നേതാക്കന്മാർ കൊല ചെയ്യാൻ പാടില്ല. അതുപോലെ തന്നെ മൊത്തത്തിൽ കൊലപാതകങ്ങളെ ഉണ്ടാകാൻ പാടില്ല. അതുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിലുള്ള കൊലപാതക രാഷ്ട്രീയം. ഇപ്പോൾ കൊലപാതക രാഷ്ട്രീയം എന്ന് പറയുന്നത് തന്നെ തെറ്റാണ്. കാരണം രാഷ്ട്രീയമല്ല കൊലപാതകം. ഇപ്പോൾ സംഘർഷങ്ങൾ ഉണ്ടാകും. ആ സംഘർഷത്തിൻ്റെ ഭാഗമായി ഇരു കക്ഷികൾ തമ്മിൽ സംഘർഷം ഉണ്ടാകും. ഒരിക്കലും കൊലപാതകം എന്ന് പറയുന്നത് രാഷ്ട്രീയ പ്രവർത്തനമല്ല. രാഷ്ട്രീയ പ്രവർത്തനം ഇപ്പോൾ വിപുലീകരിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. പുതിയ മേഖലകളിലേക്ക് പോവുകയാണ്. ഇപ്പോൾ ജൈവ കൃഷി, മാലിന്യ സംസ്കരണം, പുതിയ ഭവന നിർമ്മാണം. നമുക്ക് പോകാം. ശ്രീ KV തോമസ്, ഗവർണർ ഇടപെടുന്നു. പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല ഗവർണറെ കണ്ട് പരാതി പറഞ്ഞു. ഗവർണർ അടിയന്തര റിപ്പോർട്ട് തേടി. രാഷ്ട്രീയ കൊലപാതകങ്ങൾ, ഈ രാഷ്ട്രീയ കൊലപാതകങ്ങൾ എന്ന് നേരത്തെ അഡ്വക്കേറ്റ് അരുൺകുമാർ ചൂണ്ടിക്കാണിച്ചതുപോലെ നമ്മൾ ദീർഘകാലമായി പ്രയോഗിക്കുന്ന ഒരു രീതി എന്നുള്ള നിലയിൽ മാത്രം അതിനെ എടുത്താൽ മതി. ഈ രാഷ്ട്രീയ കൊലപാതകങ്ങൾ അവസാനിപ്പിക്കാൻ മറ്റെന്തെങ്കിലും മാർഗമുണ്ടോ? അതത് പാർട്ടികൾക്ക് അത് കൈകാര്യം ചെയ്യാൻ കഴിയില്ല എന്ന് ഇതിനകം തെളിയിക്കപ്പെട്ടതല്ലേ? ഇനിയിപ്പോൾ മറ്റെന്ത് മാർഗമാണുള്ളത്? ഒന്ന്, ഭരിക്കുന്ന ഗവൺമെന്റ് ശക്തമായ നിലപാടെടുക്കണം. ആ ഗവൺമെന്റിന്റെ നടപടികൾ സത്യസന്ധമാണെന്നും ആരുടെ പക്ഷപാതപരമല്ലെന്നും ജനങ്ങൾക്ക് ബോധ്യപ്പെടുന്നു. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പിന്നെ രാഷ്ട്രീയ പാർട്ടികൾ, അവർക്ക് ഉത്തരവാദിത്തമുണ്ട്. ആ ഉത്തരവാദിത്തം നിറവേറ്റാൻ രാഷ്ട്രീയ പാർട്ടികൾ തയ്യാറാവണം. കാലം മാറിയിരിക്കുന്നു. ജനങ്ങൾ ഈ കൊലപാതകത്തെ ഇഷ്ടപ്പെടുന്നില്ല. കൊലപാതകമാണെങ്കിലും ഹർത്താലാണെങ്കിലും ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇത്തരം കാര്യങ്ങളിൽ യാതൊരു യോജിപ്പുമില്ല. അതുകൊണ്ട് അത്തരം കാര്യങ്ങളെക്കുറിച്ച് വളരെ ഗൗരവമായി എല്ലാ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും ആലോചിച്ച് കൂട്ടായ തീരുമാനമെടുക്കും. നമുക്ക് എല്ലാ കാലഘട്ടത്തിലും സമാധാന ശ്രമങ്ങൾ ഉണ്ടാകാറുണ്ട്. സമാധാന യോഗങ്ങൾ ചേരുകയും അതിനകത്ത് തീരുമാനമെടുത്ത് പ്രമേയം പാസ്സാക്കി പിരിയുകയും ഒക്കെയാണ് ചെയ്യുന്നത്. എന്നിട്ടും അതിൽ നിന്നൊന്നും സംസ്ഥാനത്തിന് മാറ്റമുണ്ടാകാത്ത സ്ഥിതിക്കാണ് ഇപ്പോൾ ഒരു ഗുബർണറ്റോറിയൽ ഇടപെടലിന് വേണ്ടി രമേശ് ചെന്നിത്തല പോയിരിക്കുന്നത്. ഈ സർക്കാരിന് തുടരാൻ അവകാശമില്ല എന്നാണോ നിങ്ങൾ ആ ഇടപെടൽ ആവശ്യപ്പെടുന്നതിലൂടെ പറയുന്നത്? ഞങ്ങൾ പറയുന്നത് ഈ അക്രമരാഷ്ട്രീയം അവസാനിക്കണം. ഗവർണർ ആവശ്യമായ നിർദ്ദേശം കൊടുക്കണം. ഭരിക്കുന്ന ഗവൺമെന്റിന്റെ നിർദ്ദേശം കൊടുക്കാൻ കഴിയത്തുള്ളൂ. ഗവൺമെന്റിന്റെ മുമ്പിൽ എല്ലാ റിപ്പോർട്ടുകളും അപ്പോഴപ്പോൾ വരുന്നുണ്ട്. ആ റിപ്പോർട്ടുകൾ പ്രത്യേകിച്ച് നമ്മുടെ ഗവർണർ ഇന്ത്യയുടെ ചീഫ് ജസ്റ്റിസ് ആയിരുന്നു. ഇതിൽ വ്യക്തമായ കാഴ്ചപ്പാടുള്ള ആളുകളാണ്. അദ്ദേഹം സ്വാഭാവികമായിട്ടും ഈ കാര്യത്തിൽ ശക്തമായ നിർദ്ദേശം കൊടുത്ത് ഇത് അവസാനിപ്പിക്കണം. ശ്രീ എ സജീവൻ, സാംസ്കാരിക നായകന്മാരുടെ നാവ് ഇപ്പോൾ ഉയരാത്തത് എന്താണ് എന്ന ചോദ്യം കോൺഗ്രസിന്റെ ഭാഗത്ത് നിന്ന് ഉയരുന്നുണ്ട്. നാവും പേനയും
CPM-ന് അടിയറ വെച്ച് നാളെ ലഭിക്കാനുള്ള അപ്പക്കഷണത്തെ കുറിച്ച് ചിന്തിക്കുന്നവരോട് പരമപുച്ഛമാണ് എന്നാണ് യൂത്ത് കോൺഗ്രസ് പറയുന്നത്. ഇവിടെ സാംസ്കാരിക നായകന്മാർക്ക്, സാംസ്കാരിക കേരളത്തിനാകെ തന്നെയും ഒരു റോളില്ലേ? അത് ഈ രണ്ട് യുവാക്കളുടെ കൊലപാതകത്തെക്കുറിച്ച് മാത്രമല്ല, സംഘർഷാത്മക രാഷ്ട്രീയം സൃഷ്ടിക്കുന്നവരെ ഒറ്റപ്പെടുത്തുന്നതിന് വേണ്ടി ഒരേപോലെ സാംസ്കാരിക കേരളം ചിന്തിക്കുന്നില്ല എന്ന് പറയാമോ? സാംസ്കാരിക കേരളം നമ്മൾ കരുതുന്ന പോലെ ഈ രാഷ്ട്രീയാതീതമായ ഒന്നാണ് എന്ന് ഞാൻ വിചാരിക്കുന്നില്ല. ഇവിടെയുള്ള എല്ലാ സാംസ്കാരിക നായകന്മാർക്കും കൃത്യമായ രാഷ്ട്രീയമുണ്ട്. ഒരുപക്ഷെ താങ്കൾ പറഞ്ഞതുപോലെ അത് എന്തെങ്കിലുമൊക്കെ അപ്പകഷ്ണങ്ങൾ കിട്ടാൻ വേണ്ടിയുള്ള താല്പര്യം കൂടി ഇതിലുണ്ട്. അപ്പം അത് UDF-നോടൊപ്പം ഒട്ടിച്ചേർന്ന് നിൽക്കുന്ന ആളുകളുണ്ട്. അവർ അതെ അല്ല, താങ്കൾ പറഞ്ഞ പോലെ, താങ്കൾ ഇപ്പോൾ പറഞ്ഞ പോലെ ഞാൻ പറഞ്ഞു. അപ്പോൾ ഈ കോൺഗ്രസിനോട് ഒട്ടിച്ചേർന്ന് നിൽക്കുന്ന എത്രയോ സാംസ്കാരിക നായകന്മാരെ നമുക്കറിയാം. അവർ ഒരു CPM-കാരൻ കൊല ചെയ്യപ്പെടുന്ന സമയത്ത് അവരാരും പ്രതികരിക്കാറില്ല, അത് തെറ്റാണെന്ന് പറയാറില്ല. കോൺഗ്രസ്സുകാരുടെ ഭാഗത്തുണ്ടാകുന്ന അവരുടെ പ്രവർത്തകരുടെയോ അവരുടെ നേതാക്കന്മാരുടെയോ ഭാഗത്തുണ്ടാകുന്ന ഒരു വീഴ്ചകൾ ഒരു കോൺഗ്രസിനോട് ഒട്ടിച്ചേർന്ന് നിൽക്കുന്ന സാംസ്കാരിക നായകനും പറയാറില്ല. അതേപോലെ തന്നെ ഇപ്പുറത്തുമുണ്ട് LDF-നോടൊപ്പം ചേർന്ന് നിൽക്കുന്ന, CPM-നോടൊപ്പമോ CPI-യോടൊപ്പമോ ഒക്കെ നിൽക്കുന്ന സാംസ്കാരിക നായകന്മാർ അവരും ഇതേപോലെ ഒരു തരത്തിൽ അവിടെ അവർക്ക് അനുകൂലിക്കാവുന്ന സമയത്ത് മാത്രം പ്രതികരിക്കുകയും അതല്ലാത്ത സമയത്ത് മൗനം ദീക്ഷിക്കുകയും ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് സാംസ്കാരിക നായകന്മാർ നമ്മുടെ ഇവിടെയുള്ള എല്ലാ കാര്യങ്ങളും ശരിയാക്കി കളയുമെന്ന ഒരു മൂഢവിശ്വാസം ജനങ്ങൾക്കുണ്ടാകാൻ വഴിയില്ല എന്നാണ് വിചാരിക്കുന്നത്. അങ്ങനെ ഒരു അന്തരീക്ഷം സൃഷ്ടിക്കാൻ ആർക്കാണ് കഴിയുക? ഈ രാഷ്ട്രീയക്കാർക്ക് അത് കഴിയില്ല എന്ന് അവർ തെളിയിച്ചു കഴിഞ്ഞല്ലോ. അപ്പോൾ RSSന്റെ ഭാഗത്ത് നിന്നുണ്ടാവുന്ന സംഘർഷങ്ങൾ നമ്മൾ ശബരിമല കാലഘട്ടത്തിൽ കണ്ടിട്ടുള്ളതാണ്. ശബരിമല കാലഘട്ടത്തിൽ കണ്ടത് ഇതിനേക്കാൾ ഗുരുതരമായിട്ടുള്ള രീതിയിലാണ്. നോക്കൂ, ഇരുമുടിക്കെട്ട് താഴേക്ക് ബോധപൂർവം ഇടുക, എന്നിട്ട് അത് പോലീസുകാരുടെ കാലിനടിയിൽ കൊണ്ടിട്ട് ചവിട്ടാൻ വേണ്ടി അവരെ പ്രേരിപ്പിക്കുക, അവരെ ആ നിലയിൽ പര്യാപ്തമാക്കുക. പിന്നെ എന്തൊക്കെയാ, ശബരിമല സന്നിധാനത്ത് പോലും, അല്ലെങ്കിൽ ശബരിമലയിൽ താഴെ പമ്പ വരെയുള്ള ഓരോ ഇടത്തും ഓരോ നേതാവ് കേന്ദ്രീകരിച്ച് വലിയ നിലയിൽ സംഘർഷം ഉണ്ടാക്കുക. അതൊക്കെ വലിയ നിലയിൽ തീയായി പടരാവുന്ന കാര്യങ്ങളായിരുന്നു. അവിടെയൊക്കെ തന്നെയും നമ്മൾ കാണുന്നത് കേരളത്തെ മറ്റേത് ഉത്തരേന്ത്യൻ സംസ്ഥാനത്തെ പോലും വർഗീയമായി വേർതിരിവുണ്ടാകുന്ന ഒരു സംസ്ഥാനമാക്കി മാറ്റാനുള്ള ഗൂഢചിന്തയാണ്. ഇതെല്ലാം അവസാനിക്കണമെങ്കിൽ വലിയ നിലയിലുള്ള ഒരു രാഷ്ട്രീയാതീത ചിന്ത എന്ന് പറയുമ്പോൾ കക്ഷി രാഷ്ട്രീയാതീത ചിന്ത നമുക്ക് ഈ തരം അക്രമങ്ങളിൽ ഉണ്ടാകണം. എങ്കിൽ മാത്രമേ അതിലെല്ലാം ഒരു പരിഹാരമുണ്ടാകൂ. നമ്മൾ കൊണ്ടുള്ള ഈ സേവനം നിർത്താൻ സമയമായി കഴിഞ്ഞിരിക്കുന്നു. എന്തെങ്കിലുമൊക്കെ ആക്ഷനിലേക്ക് കടക്കേണ്ടതുണ്ട്. കാരണം തെറിക്കുന്നത് ചുടുചോരകളാണ്, ചെറുപ്പക്കാരുടെ ചോരയാണ്. നികേഷ്, ഇതിൽ എനിക്ക് വളരെയധികം ശുഭാപ്തി വിശ്വാസമുള്ളൊരു കാര്യമുണ്ട്. നമ്മൾ പറയുന്ന സോക്കോൾഡ് സാംസ്കാരിക നായകന്മാർ, നമ്മൾ സാഹിത്യകാരന്മാരെയും മറ്റാണല്ലോ, സിനിമാ താരങ്ങളൊക്കെയാണല്ലോ ഇതിൽ ഉൾപ്പെടുത്തുക. അവരെ മാറ്റി നിർത്തി കഴിഞ്ഞാൽ ഞാൻ വിശ്വസിക്കുന്നൊരു കാര്യമുണ്ട്. ഇപ്പോൾ നടക്കുന്ന ചർച്ചകൾ, TV ചർച്ചകൾ, പല ആളുകളും അതിനെ അപഹസിച്ച് പലതും പറയാറുണ്ട്. പക്ഷേ ഞാനിതിൽ പങ്കെടുക്കുന്നു, ഞാനിതിനെ ഗൗരവത്തോടു കൂടി കാണുന്നതും ഒറ്റ കാര്യത്തിലാണ്. നമുക്ക് പറയാനുള്ള കാര്യം ശബരിമല പ്രശ്നത്തിലാണെങ്കിലും ഏത് പ്രശ്നത്തിലാണെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിയുടെയും ഒരു താല്പര്യത്തിൽ നിൽക്കാതെ കൃത്യമായി പറയാനുള്ള വേദി കിട്ടുന്നു. അത് കുറച്ചാളുകളായിരിക്കാം. ഈ കുറച്ചാളുകൾ ഇവരെയൊക്കെ മുഖത്ത് നോക്കിയിട്ട് കൃത്യമായ ചോദ്യം ചോദിക്കാൻ നികേഷ് കഴിയുമ്പോൾ അത് ഈ സമൂഹത്തോട് ചെയ്യുന്ന ഏറ്റവും വലിയ കടമയാണ്. ആ കടമ നിർവഹിക്കുന്ന കുറേ പേരെങ്കിലുമുണ്ട്. നമ്മൾ ഒരിക്കൽ പോലും ഈ പറയുന്ന പേര് കേട്ട ഈ സാഹിത്യകാരന്മാരുടെയോ അല്ലെങ്കിൽ സിനിമാ താരങ്ങളുടെയോ പിന്നാലെ പോകേണ്ട, അവരിൽ നിന്ന് ഇത് പ്രതീക്ഷിക്കേണ്ട കാര്യമില്ല. നമ്മളെപ്പോലെ സാധാരണക്കാർക്ക് പറയാനുള്ള വേദിയിൽ പറയണം. ഇത് തെറ്റാണെന്ന് രാജാവിൻ്റെ മുഖത്ത് നോക്കി രാജാവ് നഗ്നനാണ് എന്ന് പറയാൻ ധൈര്യമുള്ള കുട്ടികളായിട്ട് മാറുക. അങ്ങനെയുള്ള കുട്ടികൾ മാത്രമേ സത്യം പറയൂ. അങ്ങനെയുള്ള ആളുകൾക്ക് പറയാനുള്ള വേദി ഉണ്ടാവുന്നുണ്ട്. അതിൽ ഞാൻ ഏറ്റവും വിലമതിക്കുന്ന ഒരു കാര്യം ഇത്തരത്തിലുള്ള ചർച്ചകളാണ്. പിണറായി വിജയൻ സർക്കാരിന്റെ ഒരു നേട്ടമായി വിശേഷിപ്പിക്കുന്നത് LDF ഞങ്ങൾ ഇത്തരം കാര്യങ്ങളിൽ ശക്തമായ നടപടി എടുത്തിട്ടുണ്ട് എന്നുള്ളതാണ്. താങ്കൾ നേരത്തെ പറയുന്ന കൂട്ടത്തിൽ പറഞ്ഞിരുന്നു, ഒരു ഗവൺമെൻറ് എപ്പോഴും ഇച്ഛാശക്തിയോടുകൂടി പക്ഷഭേദമില്ലാതെ പ്രവർത്തിക്കുക എന്നുള്ളതാണ് ഇത്തരം അക്രമ സംഭവങ്ങൾ കുറയ്ക്കാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട മാർഗം എന്ന്. നോക്കൂ, ഇവിടെ രമേശ് ചെന്നിത്തല ഗവർണറോട് പരാതിപ്പെട്ടിരിക്കുന്നത് കഴിഞ്ഞ 8 മാസമായി നോർത്ത് ADGPയെ നിശ്ചയിച്ചിട്ടില്ല, അതുകൊണ്ട് തന്നെയാണ് ഈ നിലയിൽ സംഘർഷം വ്യാപിച്ചിട്ടുള്ളത് എന്നുള്ളതാണ്.
അങ്ങനെയാണോ യഥാർത്ഥത്തിൽ? പിണറായി വിജയൻ, ഞാൻ നേരത്തെ ഒരു ലിസ്റ്റ് പറഞ്ഞിരുന്നു, ട്രേഡ് യൂണിയൻ സംഘർഷങ്ങൾ ഒഴിവാക്കുക, അതിൻ്റെ ഭാഗമായിട്ടുള്ള നോക്കുകൂലി ഇല്ലായ്മ ചെയ്യുക, കലാലയങ്ങളിലെ വിദ്യാർത്ഥി രാഷ്ട്രീയം വല്ലാത്ത രീതിയിൽ കലുഷിതവും ജനാധിപത്യ വിരുദ്ധവുമാകാതിരിക്കുക തുടങ്ങി കുറേ കാര്യങ്ങൾ ശ്രദ്ധിച്ചിരുന്നു. എനിക്ക് തോന്നുന്നത് അക്രമ രാഷ്ട്രീയം ഒഴിവാക്കുന്നതിന് വേണ്ടിയും പിണറായി വിജയൻ്റെ നേതൃത്വത്തിൽ ആദ്യകാലങ്ങളിൽ ശ്രമം നടന്നിരുന്നു. കാരണം കുറെ കൂടി സുഗമമായി ഭരണം പോയാൽ മാത്രമേ പിണറായി വിജയന് വീണ്ടും അധികാരത്തിൽ വരാൻ കഴിയൂ. ഒരു LDF സർക്കാർ അധികാരത്തിൽ വരുന്നതിന് വേണ്ടി ആയിരിക്കാം ഒരുപക്ഷെ ആ നിലയിൽ ചില ബോധപൂർവമായ ശ്രമങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇതെല്ലാം ഞങ്ങൾ അറിയാതെയാണെന്നാണ് പിണറായി വിജയൻ സർക്കാരും CPM സംസ്ഥാന സെക്രട്ടറിയും ഒക്കെ പറയുന്നത്. അപ്പോൾ താങ്കൾ അങ്ങനെ കാണുന്നുണ്ടോ CPM-ന്റെ ഭാഗത്തു നിന്നൊരു ബോധപൂർവമായ ശ്രമം ഉണ്ടായിട്ടുണ്ട് എന്ന് നമുക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ലല്ലോ. പല രാഷ്ട്രീയ കൊലപാതകങ്ങളിലും CPM-ന്റെ ആളുകൾ ബന്ധപ്പെട്ടിട്ടുണ്ട്. ആ പ്രതികളായ എല്ലാം കൊണ്ട് കണ്ണൂർ ഇട്ടിരിക്കുക. കണ്ണൂർ ജയില് അവരുടെ മാത്രം ജയിലാണ്. കുഞ്ഞനന്തനോട് CPM-ഉം മുഖ്യമന്ത്രിയും കാണിക്കുന്ന പ്രത്യേക സ്നേഹം എന്താ? അത്തരം കേസുകളുടെ പുറകിൽ ആരാ? അപ്പൊ അത് വെറുതെ പറഞ്ഞുകൊണ്ട് കാര്യമായില്ല. ജനങ്ങളെ ബോധ്യപ്പെടുത്തുന്ന സത്യസന്ധമായ സമീപനം ഗവൺമെന്റ് ഭാഗത്തു നിന്നുണ്ടാകണം. അല്ല, ഇതിനകത്ത് ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ കഴിയാത്ത എന്ത് കാര്യമാണുള്ളത് പ്രൊഫസർ KV തോമസ്? ഇതിന്റെ സൂത്രധാരനെ പിടിച്ചിരിക്കുന്നു. 6 പേര് ഇപ്പോൾ കസ്റ്റഡിയിലുണ്ട്. നമ്മുടെ തിരുവനന്തപുരത്ത് എന്താക്കേണ്ടത്? ആ പോലീസ് ഉദ്യോഗസ്ഥയെ സംരക്ഷിക്കാൻ ഗവൺമെന്റ് കഴിഞ്ഞു. CPM-ന്റെ ഓഫീസ് റെയ്ഡ് ചെയ്തു എന്ന് പറഞ്ഞിട്ടാണ്. ഒരു ഓഫീസിലും ഒരു വീടിനും പ്രത്യേക സംരക്ഷണമില്ല. ആയുധം ശേഖരിച്ചു എന്ന് ഒരു ഇൻഫർമേഷൻ കിട്ടിയാൽ അത് അന്വേഷിക്കേണ്ട ബാധ്യത പോലീസിനുണ്ട്. ഒരു ബന്ധപ്പെട്ട ഒരു IPS ഉദ്യോഗസ്ഥയെ എത്ര നീചമായിട്ടാണ് അവരോട് പെരുമാറിയത്? എന്ത് നീചമായിട്ടാണ് പെരുമാറിയത്? ആ IPS ഉദ്യോഗസ്ഥക്കെതിരെ ഒരച്ചടക്ക നടപടിയും എടുത്തിട്ടില്ല. അവർക്കെതിരായിട്ടുള്ള ഈ മുഴുവൻ നടപടികൾ ഉണ്ടായിട്ടുള്ളത് അവരെ ആക്ഷേപിക്കപ്പെട്ടത്. അല്ല, അവർ ചെയ്തത് തെറ്റാണ് എന്ന് CPM പറയണ്ടേ? കാരണം അവരുടെ ജില്ലാ കമ്മിറ്റി ഓഫീസ് റെയ്ഡ് ചെയ്യുകയും എല്ലാ ജില്ലാ കമ്മിറ്റി, ഞാൻ അതാണ് DC പ്രസിഡന്റ് ആയിരുന്നു. ഞാൻ DC പ്രസിഡന്റ് ആയിരുന്ന കാലത്ത് ഞങ്ങളുടെ ഓഫീസ് പോലീസ് റെയ്ഡ് ചെയ്തിട്ടുണ്ട്. അതൊന്നും ഞങ്ങളൊന്നും പറഞ്ഞില്ലല്ലോ. അഡ്വക്കേറ്റ് അരുൺകുമാർ നോക്കൂ, ഞാൻ ഇവിടെ ഒരു യുവ CPM നേതാവിൻ്റെ അഭിപ്രായം കൂടി തേടട്ടെ. ആ നിലയിൽ ഞങ്ങളുടെ ഒരു ഓഫീസൊന്നും റെയ്ഡ് ചെയ്താൽ പിന്നെ ഇവിടെ ഞങ്ങളുടെ ഒരു ഔദാര്യം പോലെയാണ് കോടിയേരി അതിനെ പിന്നീട് വിശേഷിപ്പിച്ചത്. ഞങ്ങളതിനെ അവരുടെ ഒരു യുവ IPS ഉദ്യോഗസ്ഥ എന്നുള്ള നിലയിൽ നടപടിയെടുക്കാൻ ശുപാർശ ചെയ്തിട്ടില്ല. കാരണം അവരുടെ ഭാവി കരിയർ വിചാരിച്ചത് അതൊരു ഔദാര്യമാണ്. അതല്ല, നോക്കൂ, KV തോമസ് ഇപ്പോൾ പറയുന്നത് ഞാൻ DCC പ്രസിഡന്റ് ആയിരുന്നു, എൻ്റെ ആഫീസ് റെയ്ഡ് ചെയ്താൽ എന്താ എന്ന് കോൺഗ്രസ്സുകാർ ഇപ്പോൾ പറയും. പക്ഷേ എങ്കിൽ പോലും അങ്ങനെയല്ലേ വേണ്ടത്? ശരിക്കും അത് തെറ്റിദ്ധരിപ്പിക്കുന്ന തരത്തിലാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. IPS ഓഫീസർ CPM-ന്റെ ജില്ലാ കമ്മിറ്റി ഓഫീസിലേക്ക് ചെന്നപ്പോൾ അതിൻ്റെ ഡോറിങ്ങ് വെച്ച് തടഞ്ഞു, സംഘർഷം ഉണ്ടായി, ഉന്തും തള്ളും ഉണ്ടായി, ചീത്ത പറഞ്ഞു എന്നൊക്കെ പറഞ്ഞിട്ട് ആദ്യം വാർത്ത വന്നത്. പിന്നീട് CCTV ക്യാമറ ദൃശ്യങ്ങളിൽ നിന്ന് അങ്ങനെ ഒരു സംഭവമേ ഉണ്ടായിട്ടില്ല എന്ന് വ്യക്തമായി. അവർ ഉള്ളിൽ കയറി പരിശോധിച്ചു, പ്രതി അവിടെ ഇല്ല, ആയുധം അവിടെ ഇല്ല എന്ന് കണ്ടു ബോധ്യപ്പെട്ട് തിരിച്ചുപോയി. ഷോയ്ക്കാണ് അവിടെ പോയെന്ന് എനിക്ക് കഴിയട്ടെ. നിങ്ങളുടെ ഓഫീസിൽ കയറുന്നു, അവർ പരിശോധിക്കുന്നു, അതൊന്നുമില്ല എന്ന് തിരിച്ചു പോകുന്നു. എന്തിനാണ് ഈ കോലാഹലങ്ങൾ? CPM-ന്റെ തിരുവനന്തപുരം ജില്ലാ സെക്രട്ടറി ആനാവൂർ നാഗപ്പൻ അതുകൊണ്ടൊരു ഭൂകമ്പം തന്നെ തിരുവനന്തപുരം മേഖലയിൽ ഉണ്ടാക്കി കളഞ്ഞു. ഇല്ല, അത് യാതൊരു തരത്തിലും അവിടെ റെയ്ഡ് ചെയ്യപ്പെടേണ്ട ഒരു സംഘർഷമോ സാഹചര്യമോ ഉണ്ടായില്ല. പോലീസ് സ്റ്റേഷനിൽ നടന്ന സംഭവം എന്ന് പറയുന്നതും അതും റെയ്ഡ് ചെയ്യുന്നത് എന്താ? കൃത്യമായി ഒരു റൗണ്ട് ഇട്ട് റെയ്ഡ് ചെയ്യാൻ പറ്റുവാണെങ്കിൽ പിന്നെ അത് റെയ്ഡ് അല്ലല്ലോ, പോലീസിലാണല്ലോ. ഇത് റെയ്ഡ് ആകുന്നത് അങ്ങനെ നിരവധി സ്ഥലങ്ങളിൽ പോയാലാണ് ഒരു പ്രതിയെ കിട്ടുക എന്നുള്ളതാണ്. ഞാൻ ചോദിക്കുന്നത്, ആനാവൂർ നാഗപ്പൻ എന്തിനാണ് വലിയ ഭൂകമ്പം ഉണ്ടാക്കി? ഇമാതിരി ധാർഷ്ട്യമല്ലേ താഴെക്കിടയിലേക്ക് പ്രവഹിക്കുക? അല്ല, ഞാൻ ചോദിച്ചോട്ടെ, കോൺഗ്രസ് ഇവിടെ ഭരിക്കുമ്പോഴാണ് ഇങ്ങനെ ഒരു പോലീസ് ഓഫീസർ സ്റ്റേഷനിൽ കയറി ഓഫീസിൽ കയറിയെങ്കിൽ എന്തായിരുന്നു സ്ഥിതി? ഇപ്പൊ കോൺഗ്രസ് ഭരിക്കുമ്പോൾ തന്നെയല്ലേ രാധ എന്ന് പറയുന്ന സ്ത്രീ ഏറ്റവും ദാരുണമായി കൊല ചെയ്യപ്പെടുന്ന സാഹചര്യം എല്ലാം ഉണ്ടായില്ലേ? ഇവിടെ ഒരു അച്ചടക്ക നടപടിയും സ്വീകരിച്ചില്ല. അവർ അർദ്ധരാത്രി റെയ്ഡ് ചെയ്യപ്പെടുന്നതിന് വേണ്ടിയിട്ടുള്ള സാഹചര്യം, അങ്ങനെ ഒരു സാഹചര്യമേ ഉണ്ടായിരുന്നില്ല. പക്ഷേ റെയ്ഡ് ചെയ്യപ്പെടുന്ന സാഹചര്യം, അതിനുശേഷം ഒരു തുടർ നടപടിയും സ്വീകരിക്കാതെ ആ വിഷയം സൗമ്യമായി അവസാനിക്കുന്ന ഒരു രീതിയിലേക്കാണ് പോയത്. ഇപ്പോൾ ഇതെല്ലാം ഇങ്ങനെയൊക്കെയുള്ള പ്രതികരണങ്ങൾ CPM-ന്റെ ഭാഗത്തു നിന്നുള്ളത് കൊണ്ടാണ് മുല്ലപ്പള്ളി രാമചന്ദ്രൻ എന്ന KPCC അധ്യക്ഷൻ പറയുന്നത് അമിത്ഷാ മോദി കൂട്ടുകെട്ട് പോലെയാണ് പിണറായി വിജയൻ കോടിയേരി കൂട്ടുകെട്ട്. സ്റ്റാലിനൈസേഷനാണ്, അല്ലെങ്കിൽ സ്റ്റാലിനിസമാണ് നടക്കുന്നത്. ക്രിമിനൽ മനസ്സുള്ളവരാണ് ഇവർ. രണ്ടുപേരും ഒരേപോലെ പ്രവർത്തിക്കുന്നു. പാവപ്പെട്ടവരുടെ വേദന ഇവർക്കറിയില്ല. ഭീകര പ്രസ്ഥാനമായി മാറിയിരിക്കുന്നു. അതുകൊണ്ടാണ് ഇന്നലെ ഒരു MLA പറഞ്ഞത് ജെയ്ഷെ മുഹമ്മദിനെയും CPM-നെയും നിരോധിക്കണം. കേരളത്തിൽ ഇപ്പോൾ ആശയപരമായിട്ടുള്ള സംഘർഷങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം, തെരഞ്ഞെടുപ്പ് ഇപ്പോൾ 2 മാസത്തിനുള്ളിൽ തെരഞ്ഞെടുപ്പ് വരും. അതുപോട്ടെ, വലിയ
ഈ സംഘർഷം വരാൻ കാരണം കേന്ദ്ര ഗവൺമെന്റിന്റെ ജനവിരുദ്ധ നയങ്ങൾ വലിയ രൂപത്തിൽ ഇവിടെ ചർച്ചയാണ്. തെരഞ്ഞെടുപ്പ് വാഗ്ദാനങ്ങൾ നിരവധി തന്നു, അതൊന്നും നിർവഹിക്കുന്നില്ല. മറിച്ച് 2.25 വർഷം കൊണ്ട് ഒരു ജനാധിപത്യപരമായ ഗവൺമെന്റ് എങ്ങനെയാണ് പ്രവർത്തിക്കേണ്ടതെന്ന് കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാർ കാണിച്ചു തരിക. 3 വലിയ പ്രതിസന്ധി വന്നു. നിപ വൈറസ് വന്നു, ഓഖി ദുരന്തം വന്നു, മഹാപ്രളയം വന്നു. ഇതിനെല്ലാം അതിജീവിച്ചുകൊണ്ട് മുന്നേറുന്ന ഒരു ഗവൺമെന്റ് ഒരു മേഖലകളിലും ഒരു പരാതിയില്ലാതെ എല്ലാ വിഭാഗം ജനങ്ങളെ കൂടുതൽ വികസനത്തിലേക്ക്, പ്രത്യേകിച്ച് അടിസ്ഥാന വികസനത്തിന്റെ കാര്യത്തിലുമെല്ലാം ബഹുദൂരം മുന്നിൽ പോവുകയാണ്. ഇപ്പം നിതിൻ ഗഡ്കരി അടക്കം വന്ന് ഈ ഗവൺമെന്റ് ഇത്ര നന്നായി മുന്നോട്ട് പോവുകയാണെന്ന് പറയുക. ഇപ്പൊ തീരദേശ ഹൈവേ, മലയോര ഹൈവേ, മെട്രോ, വിമാനത്താവളങ്ങൾ, അതെ, അത് ആ രംഗത്ത് വരുന്ന ചർച്ചയെ ഇല്ലാതാക്കുന്നതിന് വേണ്ടി ഇപ്പൊ ആദ്യം പറഞ്ഞതുപോലെ ഒരു സുവർണാവസരം വന്നിട്ടുണ്ട്. 1-2 വ്യക്തികൾ അവർ വ്യക്തിപരമായിട്ടുള്ള അവിടുത്തെ പ്രാദേശിക വിഷയത്തിന്റെ പേരിൽ ഉണ്ടായ സംഘർഷം, ആ സംഘർഷം ഇപ്പോൾ ഒരു കൊലപാതകത്തിലേക്ക് നയിച്ചിരിക്കുന്നു. ആ കിട്ടിയ സുവർണാവസരം പ്രയോജനപ്പെടുത്തി ഇടതുപക്ഷത്തിന്റെ കേരളത്തിലെ മുന്നേറ്റത്തെ തകർക്കുന്നതിന് വേണ്ടി എങ്ങനെയെല്ലാം ഉപയോഗിക്കാമെന്നാണ് കോൺഗ്രസിന്റെ നേതാക്കന്മാർ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്, ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ശ്രീ എ സജീവൻ, നമ്മൾ ചർച്ചയുടെ അവസാന ഘട്ടത്തിലേക്ക് പോവുകയാണ്. ഇപ്പോൾ അഡ്വക്കേറ്റ് അരുൺകുമാർ ശരിയാവണം സൂചിപ്പിച്ചതുപോലെ നോക്കൂ, നിപ വൈറസിന്റെ ആയാലും ഓഖി ദുരന്തമായാലും മഹാപ്രളയമായാലും പിണറായി വിജയൻ സർക്കാർ അത് ഭേദപ്പെട്ട നിലയിൽ കൈകാര്യം ചെയ്തു എന്ന് തന്നെയാണ് വിശ്വസിക്കുന്നത്. നിപ അതിസമർത്ഥമായി കൈകാര്യം ചെയ്തു. ഓഖി പരാതികളുണ്ടെങ്കിൽ പോലും പിൽക്കാലത്ത് ദുരിതാശ്വാസ പ്രവർത്തനങ്ങളും നഷ്ടം ഉണ്ടായവർക്ക് പരിഹാരം നൽകുന്നതിലുമെല്ലാം തന്നെയും ഒരുപക്ഷെ മുൻപ് ഒരു സർക്കാരും ചെയ്യാത്ത വിധത്തിൽ പ്രവർത്തിച്ചു. മഹാപ്രളയം വലിയ നിലയിൽ ലോകമാകെ പിണറായി വിജയനെ അഭിനന്ദിക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോയി. പക്ഷെ നോക്കൂ, ഈ പറയുന്ന രീതിയിലുള്ള അപഭ്രംശങ്ങൾ ഉണ്ടാവുകയാണ്. ഒന്ന്, ലോക്സഭാ തെരഞ്ഞെടുപ്പ് വളരെ നിർണായകമാണ് ഇടതുപക്ഷത്തിന്. പാർലമെൻറ്റിൽ ഇടതുപക്ഷം സംസാരിക്കണമെങ്കിൽ കേരളത്തിൽ നിന്ന് തെരഞ്ഞെടുക്കപ്പെട്ടു പോകണം എന്നുള്ള ദുർഗതി ഉള്ള ഒരു അവസ്ഥയിലാണ് രാജ്യം പോയിക്കൊണ്ടിരിക്കുന്നത്. ഇനി പാർലമെൻറ്റിൻ്റെ കാര്യത്തിൽ അവിടെ നിൽക്കട്ടെ. ഇത് 2.25 കൊല്ലമായിരിക്കുന്നു. അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിലും തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിനും മുമ്പ് ഈ കാര്യം കൂടി നമ്മളൊന്ന് ക്ലിയർ ചെയ്യേണ്ടതുണ്ട് എന്നുള്ള ബോധ്യമാണോ പിണറായി വിജയനെയും കോടിയേരി ബാലകൃഷ്ണനെയും ഇന്നലെ 1.5 മണിക്കൂർ നേരം AKG സെൻറ്ററിൽ ഇരുത്തിയത്? ഇന്ന് കോടിയേരി ബാലകൃഷ്ണൻ്റെ തുറന്നു പറച്ചിൽ പിണറായി വിജയൻ്റെ ഞങ്ങൾ അക്രമ പാർട്ടിയല്ല എന്നുള്ള അടിവരയിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ്. സജീവൻ, സജീവനോടാണ് എൻ്റെ ചോദ്യം. തീർച്ചയായിട്ടും അതൊരു നമ്മൾ അങ്ങനെ ആ രീതിയിൽ ചിന്തിക്കേണ്ടതാണ്. കാരണം ഇതുവരെയുള്ള രീതിയിലുള്ള സർക്കാരിൻ്റെ പ്രവർത്തനമല്ല ഉണ്ടായിട്ടുള്ളത്. ഈ സർക്കാർ വളരെ കൃത്യമായിട്ട് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഇതിനു മുമ്പുണ്ടായിട്ടുള്ള LDF സർക്കാരിനൊക്കെ വ്യത്യസ്തമായിട്ട് കുറേ നല്ല കാര്യങ്ങൾ ആത്മാർത്ഥമായിട്ട് ചെയ്തിട്ടുണ്ട്. അങ്ങനെ ചെയ്ത ഒരു സർക്കാരിൻ്റെ ഭാഗത്ത് പക്ഷേ അത് സർക്കാർ അറിയാതെ തന്നെ സർക്കാരിന് പലപ്പോഴും ഉണ്ടാകുന്നു, സർക്കാരിന് തിരിച്ചടി പറ്റുന്ന കുറേ സംഭവങ്ങൾ ഉണ്ടാകുന്നു. ഇത് കൃത്യമായ പാർട്ടി ആസൂത്രണം ചെയ്ത ഒരു സംഭവമല്ല കല്യാട്ടുണ്ടായിട്ടുള്ളതെങ്കിൽ അവിടെ അത് സർക്കാരിനാണ് തിരിച്ചടിയായിട്ടുണ്ടാകുന്നത്. ഈ LDFനും CPMനുമാണ് തിരിച്ചടിയായിട്ട് മാറുന്നത്. അത് മനസ്സിലാക്കിയിട്ടായിരിക്കണം അവിടെ മുഖ്യമന്ത്രിയും പാർട്ടി സെക്രട്ടറിയും വളരെ വിശദമായി കാര്യങ്ങൾ ചർച്ച ചെയ്തത്. നേരത്തെ ഇതുപോലെയുള്ള ചർച്ചകൾ ഉണ്ടായിട്ടില്ല എന്നുള്ള കാര്യം ശരിയാണ്. അത് ഇനി ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ഉണ്ടാവാതിരിക്കണം എന്നുള്ള താല്പര്യത്തോടു കൂടി തന്നെ ആയിരിക്കണം. അതുണ്ടായിട്ടില്ലെങ്കിൽ സർക്കാരുണ്ടാകും തിരിച്ചടി വളരെ ഭീകരമായിരിക്കും. കാരണം ഈ 2019 തെരഞ്ഞെടുപ്പിൽ ഇപ്പോഴുള്ള സീറ്റുകൾ പോലും നഷ്ടപ്പെടുന്ന ഒരവസ്ഥയിലേക്ക്, ഒരു പതനത്തിലേക്ക് പോയാൽ ദേശീയ രാഷ്ട്രീയത്തിൽ CPMന്റെ പ്രതിച്ഛായ തന്നെ മാറും. CPM തീർത്തും അപ്രസക്തമാവുന്നൊരവസ്ഥയുണ്ടാകും. ആ CPMന് വല്ല നേട്ടവും ഉണ്ടാവണമെങ്കിൽ അത് കേരളത്തിൽ നിന്ന് തന്നെ ഉണ്ടാവണം. അതിനൊക്കെ തടയുന്ന രൂപത്തിലേക്കുള്ള കാര്യങ്ങൾ പൊതുവെ കൊണ്ടുപോകാൻ, ശബരിമലയുടെയും മറ്റും പ്രശ്നത്തിൽ പൊതുവെ അങ്ങനെ കൊണ്ടുപോകാനുള്ള ശ്രമത്തിനിടയിലാണ് ഈ ഒരു തിരിച്ചടി ഉണ്ടായിട്ടുള്ളത്. അത് തിരിച്ചറിഞ്ഞാണ് എങ്കിൽ, അതാണെന്ന് ഞാൻ വിചാരിക്കുന്നു, ആണ് എങ്കിൽ ഈ വാക്കുകൾ ആത്മാർത്ഥതയുള്ളതാണ് നമ്മൾ വിശ്വസിക്കേണ്ടി വരും. അങ്ങനെയുള്ളതാണെങ്കിൽ ഇത് നല്ല ചുവടുവെപ്പാണ് എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. വളരെ നന്ദി. സജീവൻ, അഡ്വക്കേറ്റ് അരുൺകുമാർ, KV തോമസ് ന്യൂസ് നൈറ്റിൽ സഹകരിച്ചതിന് നമസ്കാരം.